جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا فكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا. പടച്ചവൻ അല്ലാഹു വിടന്ന് പറയാമോനെ, നരകം അവിടന്നൊരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാ. ബാപ്പയെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ട് എന്തേടാ നീ നിന്റെ ബാപ്പയെ ബഹുമാനിക്കാത്തത്? ഉമ്മയെ ആദരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തേ ഉമ്മയെ ആദരിക്കാത്തത്? ജസാ വിഫാഖാ. മോനെ യോജിച്ച ശിക്ഷയാടാ. അനുഭവിച്ചോടാ റബ്ബിന്റെ നരകത്തിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കും എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. ഒരു ദിവസം കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. പടച്ചവനെ അല്ലാഹുവേ, ഒരു മനുഷ്യന്റെ കബറിന്റെ ചാരത്തോടെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. ഉറക്കെ പറയ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുമ്പോ എന്തോ ഒരു വല്ലാത്തൊരു വിളിയാളമാണ്. എന്തേ റബ്ബേ, ഇതെവിടെന്ന് കേൾക്കുന്നു? അല്ലോ, ഒരുപാട് ഖബറുകളുണ്ടല്ലോ, ഏത് ഖബറിൽ നിന്നാണ് ഇതുപോലത്തെ ഒരു വിളി കേൾക്കുന്നു എന്നറിയൂലല്ലോ. പടച്ചവനെ, അന്നത്തെ പാതിരാത്രി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് ചെന്ന് കിടക്കുകയാണ്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവിടെ വെച്ചുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹ്, ആരുടെ നിലവിളിയാ തമ്പുരാനെ കേട്ടുപോയത് അറിയുന്നില്ലല്ലോ. അല്ലാഹ്, എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുവോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിടന്ന് ദുആ ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ദുആ ചെയ്യുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, ജീവനുള്ള ഒരു ജീവിയെ കൊണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ ജീവനുള്ള ഒരു മനുഷ്യനെ കൊണ്ട് വന്നിട്ട് പച്ചയായിട്ട് അവന്റെ ജീവൻ പോകാതെ അവന്റെ ശരീരത്തുള്ള തൊലികൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ അവനെങ്ങനെയാ എത്ര വേദന എടുത്തിട്ടാ കരയുന്നത്? യാ അല്ലാഹ്, അത്രയും വേദനയോടുകൂടി കരഞ്ഞുപോയ മനുഷ്യനാണല്ലോ. അതാരാ റബ്ബേ? പടച്ചവനെ, എന്നിട്ട് അവിടുന്ന് മഹാനുഭാവൻ കിടന്നുറങ്ങുകയാണ്. തന്റെ കിനാവിലാരാ കടന്നു വരുന്ന എന്നറിയോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറഞ്ഞോ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്ക. അതിന്ന മനുഷ്യനാണ് സിദ്ദീഖ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയാ, റസൂലേ, ഒരു വഖത്ത് പോലും മുടക്കാറില്ലാത്ത മനുഷ്യനായിരുന്നല്ലോ. ഒരു തഹജ്ജുദ് പോലും ഇന്നേ വരേക്ക് ആ മനുഷ്യൻ മുടക്കിയിട്ടില്ലല്ലോ. അവിടുന്ന് ഒരു നോമ്പ് പോലും മുടക്കിയിട്ടില്ലല്ലോ. അവിടുന്ന് സാധുക്കൾ വന്നാ അകമടിഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യുന്ന മനുഷ്യനായിരുന്നല്ലോ. പിന്നെ എന്തേ ഇതുപോലെ ആ മനുഷ്യന്റെ ഖബറാങ് ഇങ്ങനെ ആയത്? റസൂലേ, ലോകത്തിന്റെ രാജകുമാരൻ പറയാ, സിദ്ദീഖേ, ഒരു വർഷത്തിന്റെ കഥ എനിക്ക് നിന്നോട് പറയാനില്ല, അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ കഥ പറയാനില്ല. മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ആ മരണത്തിന്റെ വേദനയോട് കിടക്കുന്ന സമയം, പുന്നാര മകനല്ലേ, മക്കള് വേദനിച്ചു പോയാൽ ഉമ്മ ചാരത്ത് വന്നിട്ട് പലതും ചോദിക്കൂലേ? ഇതുപോലെ വയസ്സായ ഉമ്മ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ പൊന്നുമോന് വേദനയുണ്ടോ?
എന്റെ പൊന്നുമോൻ എന്തേ വേണ്ടുന്നത്? ആ ഒരു വേദനയുള്ള സമയത്ത് അല്ലാഹുവേ അവിടെ വെച്ചുകൊണ്ട് വെറുപ്പിന്റെ ഒരേ ഒരു നോട്ടം, ദേഷ്യത്തിന്റെ ഒരേ ഒരു നോട്ടം ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് അവന്റെ തഹജ്ജുദില്ല സിദ്ദീഖ്, അവന്റെ നോമ്പില്ല സിദ്ദീഖ്, അവന്റെ സകാത്തില്ല സിദ്ദീഖ്. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, എത്ര നിസ്കരിച്ചവരാ നമ്മൾ, എത്ര നോമ്പെടുത്തവരാ നമ്മൾ, എത്ര സ്വതക്ക ചെയ്തവരാ നമ്മൾ, എത്രത്തോളം ഹദിയ ചെയ്തവരാ നമ്മൾ. ഒരൊറ്റ നോട്ടം മതിയല്ലോ. കബറിന്റെ ഉള്ളിൽ ഫയതഖല്ലബു അലൽ ജംരി ലംബനഹാറോ, രാവും പകലും ഒരുപോലെ കബറിന്റെ ഉള്ളില് അല്ലാഹുവേ പടച്ചവന്റെ അദാബിന്റെ മാലാഖമാര് കടന്നു വന്നിട്ട് തീ കൊണ്ട് നിറക്കാ ഒരു സെക്കൻഡ് മതി എന്റെ വാപ്പോ. അതുകൊണ്ട് ഇന്നിവിടെ വെച്ചുകൊണ്ടൊരു വിശ്വാസം കൊണ്ടുവന്നു. അല്ലാഹുവേ, ഞാൻ ളുഹർ നിസ്കരിക്കുന്ന പെണ്ണാട്, ഞാൻ ളുഹർ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാ, ഞാൻ നോമ്പ് പിടിക്കാൻ കാത്തിരിക്കുന്നവനാ, ഞാൻ സ്വതക്ക ചെയ്യാൻ കാത്തിരിക്കുന്നവനാട്. അങ്ങനെ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നിവിടെ വെച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ മനസ്സുകൊണ്ടൊന്ന് കൊടുക്കുക. അല്ലാ, ഇന്ന് പാതിരാത്രിയിലും ഇവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോയാ എന്നെ പ്രസവിച്ച് വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ ബാപ്പയുടെ കാൽക്കൽ വീണിട്ട് പൊരുത്തപ്പെടുവിക്കാതെ കിടന്നിറങ്ങൂല. അല്ലോ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതാരെ കഥ കണ്ടത്, ആരെ സ്വപ്നം കണ്ടത്? അബൂബക്കറെ, ഞാൻ 7 ആകാശം കടന്നു വന്നു എന്ന് പറഞ്ഞ പാടെ എല്ലാം ഞാൻ വിശ്വസിച്ചു നബിയെ അല്ലേ എന്ന് പറഞ്ഞ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാ, സ്വപ്നം അവിടുന്ന് കണ്ടു. നേരം വെളുത്ത് നേരെ മസ്ജിദ് നബവിയുടെ ചാര വന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്ന് സുബഹി നിസ്കാരം നിങ്ങളൊക്കെ നിസ്കരിച്ചു, നിങ്ങളിൽ എത്ര ആളുകൾക്ക് സ്വീകരിച്ചു എന്ന് ഉറപ്പുണ്ട്? നിങ്ങളിൽ എത്ര ആളുകളുടെ സുബഹി നിസ്കാരം സ്വീകരിച്ചെന്ന് ഉറപ്പുണ്ട് എന്നവിടുന്ന് ചോദിക്കുമ്പോ, പടച്ചവനെ, സ്വഹാബത്തെ കണ്ടമടി, എന്താ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം, ഇത്രയും നാൾ ഇല്ലാത്തൊരു ചോദ്യമാണല്ലോ ഇപ്പൊ ഇങ്ങനെ. പറഞ്ഞു, എന്താ തങ്ങളെ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നിങ്ങൾ വെറുപ്പിന്റെ നോട്ടം നോക്കിയിട്ടുണ്ടോ? ബാപ്പയുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ ദേഷ്യത്തിന്റെ നോട്ടം അല്ലേ? അങ്ങാണല്ലോ ചില മക്കൾ ഒറ്റ നോട്ട കണ്ണൊക്കെ പിടിച്ചിട്ട് പേടിച്ചു മനുഷ്യന്മാര്. അങ്ങനത്തെ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാ, നിങ്ങളുടെ നിസ്കാരം സ്വീകരിച്ചിട്ടില്ല സ്വഹാബ. കേട്ടപാട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ഞങ്ങൾ പോകട്ടെ, ഞങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ അടുക്കൽ പോയി കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞിട്ട് ഞങ്ങളൊന്ന് മാപ്പ് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ പരിപാവനമായ പള്ളിയിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ആ പ്രിയപ്പെട്ട സ്വഹാബത്ത് എഴുന്നേറ്റ് ഓടുകയാണ് ഇവിടെ വീടുകളിലേക്ക്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കാൽക്കൽ വീണിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മാ, ഞങ്ങൾക്ക് മാപ്പ് തരണം കേട്ടോ, ബാപ്പാ, ഞങ്ങൾക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മളെന്ത് വിചാരിച്ചു? ഉസ്താദെ, വേറെ എത്ര കാര്യം പറയാനുണ്ടല്ലേ? ശരിയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ മാതാവും പിതാവും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇവിടെ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ നന്മകൾ ചെയ്തു, ആ നന്മകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ അവരുടെ പൊരുത്തം വേണമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ, ഇൻഷാ അല്ലാഹ് നിങ്ങളത് കേൾക്കണം. അള്ളാഹുവിനുള്ള ബോധം നമുക്ക് തരട്ടെ. ഞാൻ ഇപ്പൊ തന്നെ 1 മണിക്കൂർ അടുപ്പിച്ചായി, വളരെ ചുരുങ്ങിയ 1 മണിക്കൂർ കൂടെ നിങ്ങൾ ഇരിക്കും എന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കൈവയ്ക്കുക, നോക്കട്ടെ, എന്നാൽ നമുക്കൊരു ഉഷാർ കിട്ടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു ഈ കരങ്ങളെ ഹബീബിന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാൻ. എത്ര സ്നേഹം തന്ന ബാബ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ യുവാക്കൾ നടത്തുന്ന വലിയൊരു പരിപാടിയാണ്. അവരോടൊക്കെ തന്നെ പറയണം, പക്ഷെ അവരങ്ങനെ ഉള്ളവരല്ല. എന്നാലും എല്ലാവരോടും പറയാം. ആദ്യം ഷമീർ ദാരിമിയോട് പറയാൻ, പിന്നെ നിങ്ങളോട് പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരോട്, ഈ ഇരിക്കണ നിങ്ങളുടെ താടി നരച്ച കാൽമുട്ട് വേദനിക്കുന്ന ഈ ബാപ്പയില്ലേ,
അവരെത്ര കഷ്ടപ്പെട്ടു. അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഉമ്മമാർ അടുക്കളയിൽ ഒരു യന്ത്രമായി നമ്മൾ അവരെ കണ്ടു. ബാപ്പ എന്ന് പറയുമ്പോൾ നേരം വെളുത്ത് ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്ന മറ്റൊരന്ത്രം. അങ്ങനെ 2 യന്ത്രങ്ങൾ നമ്മുടെ വീട്ടിൽ. നമ്മൾ അവരങ്ങനെ കരുതിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതെന്റെ സ്വർഗാണ്, ഇതെന്റെ നരകാണ് എന്നൊക്കെ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. 10 മാസം ചുമന്നൊരുമ്മ, നിത്യക്ലേശം സഹിച്ചൊരുമ്മ, ക്ലേശമൊക്കെ സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, നമ്മെ നോവതും സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ. ഉമ്മയും താരാട്ടുപാടി ഊണുറക്കത്തിനവധി പാതിരാവും പകലതാക്കി ഉമ്മയും പാടി. അവരുടെ ചന്തമില്ല ചന്തം പോയി വൃദ്ധയുമായി. മക്കളോ വളർന്നു പോയി, മക്കളിൽ മക്കളതായി. ഉമ്മയിന്ന് എല്ലും തോലും ചന്തവും പോയി. ഇന്നവർ നേരെയായി കൽബ് പൊട്ടി വൃദ്ധസദനത്തിൽ. എത്ര അർത്ഥമുള്ള പാട്ട്! ഇതിന് ആരെഴുതിയെന്നൊന്നും അറിയില്ല. വളരെയേറെ അർത്ഥമുണ്ട്. അള്ളാഹു ഈ ഇരിക്കുന്നവർക്കൊക്കെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളെന്നെ ഉൾപ്പെടുത്തണേ പഠിച്ചവനെ. അങ്ങനെ ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയും ഒരു ഉമ്മാനെ കണ്ണുനീരിൽ ആഴ്ത്തില്ല. 16 17 കൊല്ലം അവിടെ നിന്ന് പെടാ പാടുവിട്ടുകൊണ്ട് വളർത്തുന്ന ഒരു ബാപ്പ, ആ ബാപ്പയുടെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് വീഴ്ത്താൻ ഒരു പെൺമക്കളും തയ്യാറാകൂല, ഒരു പെൺകുട്ടിയും. അല്ലാഹുവേ, എന്ത് നിസ്സാരം നമ്മുടെ വാട്സപ്പ് തന്നെ, അല്ലെങ്കിൽ നിസ്സാരം നമ്മുടെ ഫേസ്ബുക്ക് തന്നെ. എന്റെ ഉപ്പമാര് കുറച്ചു നേരം എന്നോടൊന്ന് കടന്നു വരണം, കുറച്ചു നേരം എന്നോടൊന്ന് ക്ഷമിക്കണം. നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും തന്നെ നമ്മുടെ മക്കൾ. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ യുവാക്കൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. കൂട്ടുകാരാ, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി പറയാൻ എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല, നമുക്ക് ഒരു പരിചയമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഉള്ള സദസ്സിനെ സ്വീകരിക്കട്ടെ. നിസ്സാരം. എന്റെ എല്ലാ പെൺകുട്ടികളും കേൾക്കണം, നമ്മുടെ വാട്സപ്പ്, ഈ വാട്സപ്പിലൂടെ നമ്മുടെ ബാപ്പയുടെ മുമ്പിൽ പോയിരുന്നിട്ട് ഒരു അന്യ പുരുഷന് വേണ്ടിയിട്ടൊന്ന് ചാറ്റ് ചെയ്താൽ നിങ്ങളുടെ ബാപ്പാക്ക് അത് ഇഷ്ടപ്പെടുവോ? ഒരൊറ്റ ചോദ്യമുള്ളൂ. ബാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് അന്യ പുരുഷനിക്ക് ചാറ്റ് ചെയ്യുന്നത് ബാപ്പാക്ക് ഇഷ്ടമാണ്. പോട്ടെ, ബാപ്പാക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉമ്മാക്ക് ഇത് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനെ വരുമ്പോ ഉമ്മയും ബാപ്പയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് അങ്ങനെ ചാറ്റ് ചെയ്താലും അത് ബാപ്പാക്കും ഇഷ്ടമല്ല, ഉമ്മാക്കും ഇഷ്ടമല്ലല്ലോ. ബാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമില്ലാത്തതിന്റെ പേരിലാണ് ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് മൊബൈലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയച്ചിട്ട് പാസ്സാക്കിയിട്ട് ചാറ്റുകൾ ചെയ്യുന്നത്. എന്നാൽ ആര് കണ്ടിട്ടില്ലെങ്കിലും ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹുവേ പടച്ച റബ്ബ് ഇത് മുഴുവനും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാ തഖുദുഹു സിനതും വലാ നൗം, അല്ലാഹുവിന് ഉറക്കമില്ലല്ലോ. അല്ലാഹു നിന്റെ ഓരോ കാര്യങ്ങൾ, നിന്റെ കണ്ണിന്റെ, നിന്റെ കാതിന്റെ, നിന്റെ മനസ്സിന്റെ, നിന്റെ കാലിന്റെ, നിന്റെ കൈയിന്റെ, നിന്റെ വിരലിന്റെ ഓരോ ചലനങ്ങളും പൊന്നുമോളെ, പൊന്നുമോനെ, അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഈ 16 കൊല്ലം പോറ്റി വളർത്തുന്ന പ്രിയപ്പെട്ട ബാപ്പാന്റെ മനസ്സിലുള്ള ചിന്ത എന്തെന്നറിയോ? അല്ലാഹുവേ, ഈ നാട്ടിൽ എനിക്കൊരു വിലയുണ്ടല്ലോ, ഈ നാട്ടിൽ എനിക്കൊരു വിലയുണ്ടല്ലോ. എന്നെ എല്ലാവരും ഹാജാരെന്ന് വിളിക്കുകയാണ്. എന്നെ കണ്ടാൽ ആളുകൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ പെൺമക്കൾ കടന്നു വന്നിട്ട് നൈമശീകമായ സുഖാഡംബരത്തിന്റെ പിന്നിലൂടെ കടന്നു പോയിട്ട് അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ബാപ്പാനെ ആളുകളുടെ മുമ്പില്, മഹല്ലിന്റെ മുമ്പിൽ, ജമാഅത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു ഗതികേടെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാ. പൊന്നുമോളെ, നിന്നെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന, നിന്നെ പോലെ സന്തോഷമുണ്ടായിരുന്ന എത്രയോ സഹോദരിമാര് ഇന്ന് റെയിൽവേ ട്രാക്കിന്റെ ഉള്ളിൽ ചാക്കിനകത്ത് കൊന്നുകെട്ടി തള്ളുമ്പോ പൊന്നുമോളെ എത്രയോ കഥകൾ കണ്ടതാണ്. ഉമ്മാനെ വെറുപ്പിച്ച്, വാപ്പാനെ വെറുപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു തന്റെ കൈ പിടിച്ചു കൊണ്ടിറങ്ങി പോകുമ്പോ ബാപ്പ ഉറങ്ങുന്ന സമയത്ത് ഉമ്മ
ഉമ്മ ഉറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ചാറ്റ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്തു നീ വന്നാ നമുക്ക് സന്തോഷിക്കാലോ, എന്റെ ബാപ്പയല്ല എനിക്ക് വലുത്, എന്റെ ഉമ്മയല്ല എനിക്ക് വലുതെന്ന് പറഞ്ഞിട്ട് പോന്ന മോളെ, നീ എവിടെ ഇറങ്ങി തിരിക്കുമ്പോ അന്ന് മുതൽ നിന്റെ പാപ്പാന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ആ ഒരു തുള്ളി കണ്ണുനീര് മോളെ അല്ലാഹുവിന്റെ നരകത്തിന്റെ എണ്ണയാ പൊന്നു പെങ്ങളെ. ആ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുട്ടനാവ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാ, സ്വഹാബാ ദുനിയാവിന്റെ പുറത്ത് വെച്ച് മനുഷ്യന്മാര് കരയുമല്ലോ, ആ കരച്ചിൽ പടച്ചവനിക്ക് സന്തോഷമാണ് സ്വഹാബാ. എന്നാൽ ഒരാൾ കരയുമ്പോ അവന്റെ കണ്ണിൽ നിന്ന് വീടുന്ന ഒരു തുള്ളി കണ്ണുനീരിന് 7 സമുദ്രത്തിന്റെ പവറുണ്ട് സ്വഹാബാ, 7 കടലുകളുടെ പവറുണ്ട് സ്വഹാബാ. അതിന് വല്ലാത്ത പവറാണ് സ്വഹാബാ. തിളക്കാനത് ഏറ്റവും നല്ലതാണ് സ്വഹാബാ. സ്വഹാബത്ത് ഇത് കേട്ടപാട് പേടിച്ചു പോയി, നബിയേ അതാരുടെ കണ്ണുകളിലൂടെ വരുന്ന കണ്ണുനീരാ എന്ന് ചോദിക്കുമ്പോഴാണ് എന്റെ പൊന്നുമോളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ അതാരുടെ കണ്ണുകളിലൂടെ വരുന്ന കണ്ണുനീരെന്നറിയോ? ബാപ്പാനെ വെറുപ്പിക്കുന്നവര് മകളുണ്ടോ, ഉമ്മയെ വെറുപ്പിക്കുന്നവര് മകളുണ്ടോ? അവരെ വെറുപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സെക്കൻഡ് വന്നാ ആ സെക്കൻഡിൽ അവരുടെ കണ്ണുകളിലൂടെ വീഴുന്ന ഒരു തുള്ളി കണ്ണുനീര് 7 ബഹറുകളുടെ കൂലിയാട്, 7 ബഹറുകളുടെ പവറോ. അവരെ വെറുപ്പിച്ചിട്ട് പോകുമ്പോ മോളെ അല്ലാഹുവിന്റെ നരകം നിന്നെ കാത്തിരിക്കുകയോ. ഇന്നിവിടെ വെച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ ഞാൻ പറഞ്ഞു തരാ, അല്ലാഹുവേ മസ്കറ്റിലേക്ക് അവിടുന്ന് ഒമാൻ അല്ലാഹുവേ സന്തോഷത്തിന്റെ വഴിയിലൂടെ പ്രഭാഷണത്തിന് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് സാധുവായൊരുപ്പ നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ്, ഉസ്താദേ എനിക്ക് നിങ്ങളോടൊരേ ഒരു കാര്യമേ പറയാനുള്ളൂ, എന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുവോ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ കരയുകയാണ്. ഞാൻ ചോദിച്ചെന്തേ നിങ്ങൾ ഇതുപോലെ കരയാനുള്ള കാരണം നിങ്ങൾക്ക് കേൾക്കണോ? ഇവിടെ നിന്ന് ഞാൻ ജോലിക്ക് വേണ്ടി കടന്നു പോയാൽ 6 കിലോമീറ്ററുകൾ അങ്ങോട്ട് ഞാൻ നടന്നു പോകണം, 6 കിലോമീറ്ററുകൾ ഞാൻ നടക്കണം. അങ്ങനെ നടന്ന് പോവുകയാ. അവിടെ നിന്ന് കമ്പിയിൽ നിന്ന് വരുമ്പോ അന്നത്തെ യാത്രക്ക് വേണ്ടിയുള്ള ചിലവിനുള്ള വണ്ടി യാത്രക്കുള്ള കാശ് അവർ തരും. പക്ഷേ ഞാനത് മാറ്റിവെക്കുകയാണ്. പാവപ്പെട്ട ഒരു മോളെനിക്കുണ്ട്, ആ പൊന്നുമോള് വളർന്നു വരികയാ. അങ്ങനെ കൂട്ടിവെക്കും, അങ്ങോട്ടും 6 കിലോമീറ്റർ പോകും. അതുപോലെ ജോലി കഴിഞ്ഞിട്ട് ക്ഷീണിച്ചവശനായിട്ട് 6 കിലോമീറ്ററുകൾ നടന്നിട്ടാ റൂമിൽ വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്ന കാശ് പോലും ഞാൻ അവിടെ എടുക്കാറില്ല. എന്തേ കാരണമെന്നറിയോ? വീട്ടിന്റെ ഉള്ളിൽ 13 വയസ്സുള്ള ഒരു പൊന്നുമോളുണ്ട്, അവള് വളർന്നു വരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി കൂട്ടി വെച്ചു. അവിടെ നിന്ന് കൂട്ടിവെച്ച് 1/2 പവൻ മേടിക്കും, 2 പവൻ മേടിക്കും, 3 പവൻ മേടിക്കും. ഇങ്ങനെ ഓരോരുത്തരെ കടന്നു പോകുമ്പോ ഞാൻ കൊടുത്തു വിടുകയാ. എന്റെ പൊന്നുമോക്ക് അവിടെ നിന്ന് 10 പവൻ കഴിഞ്ഞു, 16 കഴിഞ്ഞു, 17 പവനും എന്റെ പൊന്നുമോളെ കരങ്ങളിലേക്കാവുകയാ. നിറകണ്ണുകളോടെ ഞാൻ ഇവിടെ ജോലി ചെയ്യുകയാ. നാട്ടിൽ പോയിട്ട് വർഷങ്ങളായ. കാരണം എന്തെന്നറിയോ? ഞാൻ നാട്ടിൽ പോയി നിന്നാ എന്റെ പൊന്നുമോളും ആഗ്രഹിക്കുമല്ലോ ഒരു പുരുഷന്റെ കൈയും പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ നല്ല കോലത്തില് എന്നെ എന്റെ ഉപ്പ പറഞ്ഞു വിടുവല്ല റബ്ബേ എന്നുള്ളൊരു ചിന്തയുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് 7 കൊല്ലമായി ജോലി ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനാ. അവനെ ഞാൻ കണ്ടുപിടിച്ച് കല്യാണം ഉറപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോളോട് പറഞ്ഞു, മോളെ നിന്റെ ഉപ്പ നാളെ കടന്നു വരികയാണ്, നാളെ വരികയാ മോളെ, അടുത്ത ഞായറാഴ്ചയാ നമ്മുടെ കല്യാണത്തിന്റെ നിശ്ചയം ഉറപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട ഉപ്പാ,
എന്ന് പറഞ്ഞു പോയ പ്രിയപ്പെട്ട പൊന്നുമോള്, എന്തേ മോളെ നീ എങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോ എന്റെ മോളെന്നോട് പറയുന്നു, പാപ്പാ എനിക്കതിനുള്ള പ്രായമായിട്ടില്ല. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് 17-18 വയസ്സ് പ്രായമായില്ലേ? ഏതായാലും ബാപ്പ വരട്ടെ. എന്റെ പൊന്നുമോള് ബാപ്പയെ കൂട്ടാൻ എയർപോർട്ടിലേക്കൊന്ന് കടന്നു വരണമെന്ന് പറയുമ്പോ, പടച്ച റബ്ബേ എയർപോർട്ടിലേക്കൊന്ന് കടന്നു വന്ന് ഉസ്താദേ, എയർപോർട്ടിലേക്ക് വന്നിറങ്ങി എന്റെ പൊന്നുമകളെ കാണുമല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാതോട്ട് കൊണ്ട് കടന്നു വരികയാ. എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയ പാടെ ആദ്യം ഞാൻ നോക്കുന്നു എന്റെ പൊന്നുമോളെയാണ്. പക്ഷേ എന്റെ പൊന്നുമോളെ കാണുന്നില്ല, എന്റെ പൊന്നുമോളെ എന്റെ ഭാര്യയും കാണുന്നില്ല. എന്റെ ഭാര്യയുടെ സഹോദരനാണ് വന്നത്. അവൻ എന്നെ പിടിച്ച് വാഹനത്തിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, ഇക്കാക്കാ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, നിങ്ങളോട് എനിക്കൊരു സന്തോഷത്തിന്റെ വർത്തമാനം പറയാനില്ല. വല്ലാത്ത വേദനയാ. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇത്രത്തോളം പെടാ പാടുപെട്ടത്? എവിടെയാണ് എന്റെ പൊന്നുമോൾ? എവിടെയാ? ആ പൊന്നുമോക്ക് വേണ്ടിയോ എന്ന് പറയുമ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ കണ്ണും നിറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു, അല്ല, നിങ്ങളെ വിളിക്കാൻ കടന്നു വരാൻ വേണ്ടി അവൾ ഒരുങ്ങാൻ വേണ്ടി കയറിയതാണ്. ഞങ്ങളൊക്കെ വാഹനമിട്ട് കാത്തിരിക്കുകയാ. ആ പൊന്നുമോളെ കാണുന്നില്ല. പടച്ചവനെ, ഞാനിവിടത്തേക്ക് വന്നു. ഞാനവിടെ നിന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് തിരക്കാൻ പറഞ്ഞു വിട്ടു, വീട്ടിലില്ല. അപ്പോഴാണ് അറിയുന്ന മറ്റൊരുത്തന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ള കഥ. സുബ്ഹാനല്ലാഹ് ഉസ്താദേ, അന്ന് ഞാൻ വാഹനത്തിന്റെ ഉള്ളിൽ തലകറങ്ങി വീണതാ. ഇന്നും എന്റെ ഇവര് കാത് കേൾക്കൂല. എത്ര വേദന സഹിച്ചെന്നറിയോ, എത്ര നൊമ്പരം സഹിച്ചെന്നറിയോ. ഞാൻ എന്റെ വീട്ടിൽ വന്ന് കിടന്നു ഉസ്താദേ. അവിടെ നിന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് അല്ലാഹുവേ പാതിരാത്രിയാകുമ്പോ എന്റെ വീട്ടിന്റെ ഉള്ളിൽ ആരോ കടന്നു വന്നിട്ട് വീടിന്റെ വാതിൽ മുട്ടുകയാ. ആരാ ഈ പാതിരാത്രി വന്നുകൊണ്ട് മുട്ടുന്നു എന്ന് നോക്കുമ്പോ നൈമശീകമായ സുഖാഡംബരത്തിന് വേണ്ടി മറ്റൊരുത്തന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നുപോയ എന്റെ പൊന്നുമോളാ. അവള് കരയുകയാ. അവരുടെ ശരീരങ്ങൾ ആ സകലം മുറിഞ്ഞിട്ടുണ്ട്. കവിൽ തടങ്ങളിൽ അവിടെ നിന്ന് മുറിവിന്റെ പാടുകളുണ്ട്. എന്നെ വിളിക്കുന്ന പാപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞിറങ്ങണം ഇവിടന്ന്. ഇനി എനിക്കിതുപോലത്തെ ഒരു മോളില്ല, ഇനി എനിക്കിതുപോലത്തെ ഒരു മോളില്ല. പൊക്കോ നീ എന്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ പറഞ്ഞു വിട്ടു. ഉസ്താദ് പടച്ചവനെ, എന്നിട്ടും എന്റെ മനസ്സേക്കുന്നില്ല ഉസ്താദേ. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ചെല്ലുകയോ. എത്രയായാലും ഞാനൊരു ബാപ്പയല്ലേ. അവളെ എത്ര കളിപ്പിച്ചതാ, അവൾക്കെത്ര മുത്തം കൊടുത്തതാ, അവൾക്കെത്ര ഉടുപ്പുകൾ മേടിച്ചു കൊടുത്തതാ, അവളോടെത്ര വർത്തമാനങ്ങൾ പറഞ്ഞതാ. ഞാൻ അവളെ വിളിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്നു. ഉസ്താദ് പടച്ചവനെ, നൈമശീകമായ സുഖാഡംബരത്തിന് വേണ്ടി മറ്റൊരുത്തന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോയപ്പോ അല്ലാഹുവേ, അവൻ അവിടെ നിന്ന് മറ്റുള്ളവർക്ക് എത്രയോ പ്രാവശ്യം എന്റെ പൊന്നുമോള് അവൻ കാഴ്ചവെച്ചു. ഉസ്താദ് ഇന്നെന്തിനാണ് ഞാൻ ഇതുപോലത്തെ ഒരു അനുഭവം പറഞ്ഞു എന്നറിയോ? എന്റെ പെങ്ങളെ, ഇവിടെ ഒരുപാട് ചുറുചുറുക്കുള്ള സഹോദരിമാരുണ്ട്, 16 വയസ്സുള്ള പെങ്ങന്മാരുണ്ട്. പൊന്നുമോളെ, എന്റെ ഒരു സഹോദരിയോട് പറയും പോലെ പറയാ, നിനക്ക് ഈ തരുന്ന സ്നേഹം പോരെ, നിനക്ക് നിന്റെ ബാപ്പ തരുന്ന സ്നേഹം പോരെ, നിനക്ക് നിന്റെ ഉമ്മ തരുന്ന സ്നേഹം പോരെ. അവരെ മറിച്ച് വെട്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ കൈ പിടിച്ചിട്ട് അവിടെയാണ് പച്ചപ്പന്നും പറഞ്ഞിട്ട് കടന്നു പോയാൽ മോളെ, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അവസാനം അവിടെ നിന്ന് വെള്ളം പോലും കിട്ടാതെ നാൽക്കാലുകൾ പുഴുത്ത് ചത്തുപോകുന്നത് പോലെ ചത്തുപോകുന്നൊരു ഗതികേട് വരാതിരിക്കണോ? ഇത്രയും നാള് ഇന്ന് ഈ സദസ്സിൽ വരുന്ന സമയം വരെ അതുപോലത്തെ ഒരു മോശമായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ? അല്ലാഹുവേ, ഇവിടെ വെച്ചിട്ട് ഞാനതെല്ലാം ഒഴിപ്പിക്കുന്ന റബ്ബേ, മോളെ, അങ്ങനെ നീ ഇവിടെ വെച്ചുകൊണ്ട് മനസ്സ് കൊടുത്താ ഒരു സ്വർഗമല്ല മോളെ നിനക്ക് പടച്ചവൻ തരുന്നത്. അല്ലാഹു നിനക്ക് 2 സ്വർഗമാ തരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സുന്ദരനായ ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നില്ലേ? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു പോയതെങ്ങനെയാ? ഒരു പെണ്ണ് വന്നുകൊണ്ട് കയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വല്ലിപ്പാനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞില്ലേ, വല്ലിപ്പാ രണ്ട് അന്യ പെണ്ണുങ്ങളെ കടന്നു വന്നിട്ട് എന്റെ കരങ്ങളിൽ പിടിച്ചില്ലേ വല്ലിപ്പാ? അങ്കറിയാറ് ബോധം കെട്ടി വീഴുകയാണ്. പടച്ചവനെ പേടിച്ചുകൊണ്ട് തളർന്നുപോയി. ഇതേ കിടപ്പിൽ കിടന്നിട്ട് മരിച്ചുപോയാ എന്റെ വാസസ്ഥലം എവിടെയാണെന്ന് ചോദിക്കുവോ വല്ലിപ്പാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഈ വല്ലിപ്പ ഓടിപ്പോവുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എന്റെ പൊന്നുമോന്റെ കഥ ഇങ്ങനാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയാ, പടച്ചവനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹുവേ, ഒരു കാര്യം തെറ്റാണെന്നറിയാ, അത് തിന്മയാണെന്നറിയാ, അത് തെറ്റാണെന്നറിഞ്ഞിട്ട് തിന്മയാണെന്നറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നവനാരാണോ, അതിൽ നിന്ന് പിന്മാറുന്ന പെണ്ണാരാണോ, അവർക്കൊരു സ്വർഗമല്ല, അവർക്ക് രണ്ട് സ്വർഗമാണ്. സൂറത്തുർ റഹ്മാൻ അല്ലാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, എപ്പോഴാ മരിക്കുന്ന എന്നറിയൂല, ഏത് സെക്കൻഡിലാണ് പോകുന്ന എന്നറിയൂല. എപ്പോഴായാലും ബാപ്പാനെ മറച്ചു വെച്ചിട്ട് നീ ഏത് കാര്യം ചെയ്തോ, ഉമ്മയെ മറച്ചു വെച്ചിട്ട് ഏത് കാര്യം ചെയ്തോ, അതെല്ലാം നിന്റെ ഉമ്മയോട് ബാപ്പയോടുള്ള പൊരുത്തക്കേടാണ്. അങ്ങനെങ്കാണം മരിച്ചുപോയാ എന്റെ പൊന്നു പെങ്ങളെ, കബറിന്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ പറ്റൂല. മയ്യത്ത് ഒളിപ്പിക്കാ റഹ്മത്തിന്റെ മലക്ക് വരൂല, മയ്യത്ത് കൊണ്ടുപോകാ റഹ്മത്തിന്റെ മലക്ക് വരൂല, കബറിൽ വെക്കാ റഹ്മത്തിന്റെ മലക്ക് വരൂല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിച്ചു, റബ്ബേ, എന്നെ പഠിപ്പിച്ച് വളർത്തിയ പ്രിയപ്പെട്ട പൊന്നുപ്പാ പൊന്നുമ്മ, അവരോട് ഇനി മുതൽ ഒരു വെറുപ്പിന്റെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അല്ലാ. ഈ ഒരു ചിന്തയും ഈ ഒരു ബോധവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു സഹോദരിമാരെ, നമുക്ക് രക്ഷപ്പെടാം. ചെയ്തത് കുറ്റമാണെന്നറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുകയാൻ, പടച്ചവനെ ഞാൻ ഇനി അതിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറിയാൽ അള്ളാഹു തരുന്നത്, ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് തികട്ടെ. അതിന് ഇത് മാത്രല്ല, ഏത് കുറ്റാണെങ്കിലും അങ്ങനെ തന്നെ. അതിപ്പോ തിന്മയാണ്, തെറ്റാണെന്നറിഞ്ഞ പിന്മാറിയ ഒരു സ്വർഗമല്ല, രണ്ട് സ്വർഗം. ഇത് സൂറത്ത് റഹ്മാൻ. അള്ളാഹുവേ, സൂറത്ത് റഹ്മാനിന്റെ പവർ കൊണ്ട് നമ്മളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അള്ളാഹു ഈ സദസ്സിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ യുവാക്കൾ എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. നമ്മളെത്ര കുറ്റം ചെയ്ത എൻ്റെ ചെറുപ്പക്കാരാ, നമ്മൾ ഓർക്കാറുണ്ടോ ഇത്? നമ്മൾ ഓർക്കൂല. നമ്മളെത്ര തിന്മകൾ ചെയ്തു, ഞാനും നിങ്ങളും ഇതൊന്നും ഓർക്കൂല. അതിനെന്ത് വേണം? പടച്ചോനെ, മരിക്കും എന്നുള്ള ചിന്ത കൊണ്ടുവരണം. അടുത്ത സെക്കൻഡിൽ ഞാനില്ല. ഞാൻ എൻ്റെ ബാപ്പയോട് വഴക്കിട്ട് പോയാൽ, എൻ്റെ ഉമ്മയോട് വഴക്കിട്ട് പോയാൽ, എത്ര പെട്ടെന്ന് സമയം പോവാ, എൻ്റെ ഉമ്മയോട് ബാപ്പയോട് വഴക്കിട്ട് പോയാൽ എനിക്ക് സ്വർഗ്ഗമില്ല എന്നുള്ളൊരു ചിന്ത നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ വിജയിച്ചു. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പരാജയത്തിന്റെ പടുകുടിയിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുക. ആരാ ഓർക്ക് ഇപ്പൊ നരകത്തെ പറ്റി, സ്വർഗത്തെ പറ്റി? ആരും ഓർക്കൂല. പോണ്ടേ, ആറടി മണ്ണിലേക്ക് പോകണം. അവിടെ പോകുമ്പോ സന്തോഷിക്കണം അല്ലേ? അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കോട്. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട്
കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കോട് കൂട്ടുകാരാരും അവിടെയില്ല കബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല കൂട്ടുകാരാരും അവിടെയില്ല കബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. സഹോദരങ്ങളെ, ഇത്രയും നേരം നിങ്ങൾ ഇരുന്നു. ഞാൻ നിങ്ങളോട് കുറച്ച് സമയം കൂടെ ചോദിക്കുന്നുള്ളൂ. ഈ ഇരുന്നവർ ഇനി ആരും എഴുന്നേക്കരുത് ഇൻഷാ അല്ലാഹ്. ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് നമുക്കൊരു 3 സ്വലാത്ത് നമുക്ക് മദീനയിലേക്ക് ചൊല്ലി നമുക്ക് ഇരിക്കും. കുറേ നേരം ഇരുന്നിട്ട് ഒന്ന് എഴുന്നേക്കാവോ ഇൻഷാ അല്ലാഹ്? പിന്നെ ആരെങ്കിലും പോയാൽ തന്നെ ഞാൻ ഒന്നും പറയില്ല. ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ഇരുന്നോളി. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു ഹദിയ അതിനകത്തേക്ക് ഇൻഷാ അല്ലാഹ് നിക്ഷേപിക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീൻ, ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ മനസ്സിൽ കൈവച്ചിട്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ റൗള മനസ്സിൽ കൊണ്ടുവരണം. അൽഹംദുലില്ലാഹ്, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നതിൻ്റെ വലിയ സന്തോഷമുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ റൗള മനസ്സിൽ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ സലാത്തുകൾ ചൊല്ലുമ്പോൾ അള്ളാഹ് എനിക്കവിടെ എത്തണമെന്നുള്ള ചിന്ത അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. ഇനി നിങ്ങളുടെ കണ്ണ് നിറയുന്നൊരു കഥ പറയാൻ പോവാൻ, നിങ്ങളുടെ കണ്ണ് നിറയുന്നൊരു കഥ പറയാൻ പോവാൻ. എല്ലാവരും ഉറക്കെ ചൊല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ചവനെ, എഴുന്നേറ്റ് നിൽക്കുന്നവർ അല്ലാവരാരും പോകാതെ ഈ നിൽക്കുന്നത് എന്നെ കണ്ടിട്ടില്ല. നിന്റെ ഹബീബിന്റെ റൗളയിൽ എത്തണമെന്നുള്ള ചിന്തയിലാണ് ഈ ഈ കുറച്ച് സമയം കൂടെ നല്ല മനസ്സോടിരിക്കാൻ അവര് കാത്തിരിക്കുകയാണ്. ഇതിനു പകരം, ഈ ഇരുത്തത്തിന് പകരം റബ്ബേ നിന്റെ സ്വർഗത്തിൽ ഇരുത്തണേ അല്ലാഹ്. ഇരുന്നോളിപ്പമാരിരുന്നോളി. അൽഹംദുലില്ലാഹ്, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായി. അള്ളാഹു ഈ ഇരുത്തം അള്ളാഹിന്റെ സ്വർഗീയ തോപ്പിലേക്കുള്ള ഇരുത്തമാക്കി അള്ളാഹു തആല മാറ്റട്ടെ. വഴിയോരത്തൊക്കെ ഒരുപാട് യുവാക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഒന്ന് കടന്നിരുന്നോളി ഇൻഷാ അല്ലാഹ്. ഒരുപാട് കസേരയൊക്കെ അവിടെ ഉണ്ട്, അവരിട്ട് തരും. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും ഒരു ഓർമ്മ, അള്ളാഹു ഞാൻ പോകുമല്ലോ, ഞാൻ നാളെ മരിച്ച എൻ്റെ ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തില്ലെങ്കിൽ എന്താ ചെയ്യാ? ഇവര് ചിന്ത വന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലേ? എന്റെ പ്രിയമുള്ള സഹോദര, നല്ലൊരു യുവാവ്, കാണാൻ നല്ല ചന്തമുള്ളൊരു ചെറുപ്പക്കാരൻ. പടച്ചവനെ, ഞാനും നിങ്ങളും ഇന്നെന്താ ചിന്തിക്കുന്നത് റബ്ബേ? 20 വയസ്സ് പ്രായമായിട്ടുള്ളൂ, 26 വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ. ഇപ്പോഴൊന്നും മരിക്കൂലല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു സമയം നിനക്ക് പോകണം മോനെ, ഒരു സമയത്ത് പോകണം. സാധുവായൊരു കുടുംബം, ബാപ്പ ചെറുപ്പത്തിലെ മരിച്ചു പോയത് കൊണ്ട് അള്ളാഹു അടുക്കള പണി ചെയ്തിട്ടാ പുന്നാര മക്കളെ ഉമ്മ നോക്കുന്നത്. 4 സഹോദരിമാരാണ്. ഈ 4 പേർക്കും ഈ ഉമ്മ പോയാൽ ഒന്നും കിട്ടൂല, തുച്ഛമായതേ കിട്ടുകയുള്ളൂ. ആകപ്പാടമുള്ള ഒരേ ഒരു മകനാണെങ്കിൽ പടച്ചവന്റെ ദീന് പഠിക്കുന്ന ദറസിലാണ്. അവിടെ നിന്നുകൊണ്ട് തഫ്സീർ ഓതുന്നുണ്ട്, മിഷ്കാത്ത് ഓതുന്നുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധുവായ ചെറുപ്പക്കാരൻ വേദനയോടെ നൊമ്പരത്തോടെ ഒരു വേള ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ ഞാൻ അവിടെ നിന്റെ വീട്ടിലേക്കൊന്ന് പോകട്ടെ. 4 സഹോദരിമാരാണ്, അവര് പാപപ്പെട്ടവരാണ്, അവര് കരയുന്നവരാ, അവർക്ക് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കാ എന്റെ ഉമ്മയെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ. സമ്മതിച്ചു, ഉസ്താദ് സമ്മതിച്ചു. നേരെ വീട്ടിൽ പോകുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ നിനക്കൊരു വിസ വന്നിട്ടുണ്ട്. നേരെ ചെന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ നിനക്ക് നല്ലൊരു വിസ വന്നിട്ടുണ്ട്, പോകാൻ പറ്റുമോ? മകൻ പറഞ്ഞു, ഉമ്മ ഉസ്താദ് വിടുമെന്നറിയില്ല, നീ പോയി ഉസ്താദിനോടൊന്ന് ചോദിച്ചിട്ട് വാ, ഉസ്താദിനോടൊന്ന് ചോദിച്ചിട്ട് വാ. നേരെ കടന്നു പോയിട്ട് ഉസ്താദിനോട് കാര്യം പറഞ്ഞു. പടച്ചവനെ,
ഒരാളെ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ ആ ഒരു പാതയിൽ നിന്ന് തെറ്റിക്കാത്ത ഉസ്താദ് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നീ പൊക്കോ, നിന്റെ ഉമ്മാന്റെ മനസ്സൊന്ന് സന്തോഷമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ ഉസ്താദ് ആ ചെറുപ്പക്കാരനെ യാത്രയാകുകയാണ്. അള്ളാഹുവേ, ഉമ്മാന്റെ ചാര പോയിട്ട് സമ്മതിക്കുന്ന വിദേശത്ത് പോകാൻ ടിക്കറ്റ് എടുക്കാനുള്ള കാശില്ല. പ്രിയപ്പെട്ട ഉമ്മാന്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല ഊരി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ കുട്ടി എവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, എന്റെ പൊന്നുമോനെന്ന് കടന്നു പോകോ. അള്ളാഹുവേ, അങ്ങനെ കടന്നു പോയതാണ്. കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. 4 സഹോദരിമാർ ഒരുപോലെ പ്രായപൂർത്തിയായിരിക്കുകയാ. ബാപ്പ ഇല്ലല്ലോ, ഉമ്മക്കതിനെ കൊണ്ട് കഴിയൂലല്ലോ. അവസാനം അവിടെ നിന്ന് കടന്നുപോയ എന്റെ ചെറുപ്പക്കാരാ, 1-ാമത്തെ കൊല്ലം കഴിയുമ്പോ 1-ാമത്തെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. 2-ാമത്തെ കൊല്ലം കഴിയുമ്പോ 2-ാമത്തെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. 3-ാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോ 3-ാമത്തെ സഹോദരിയുടെ നിക്കാഹം കഴിഞ്ഞു. ഇനി ഒരേ ഒരു പെങ്ങളാ. ആ പൊന്നുമോളെ കല്യാണം കൂടിയാ ഇനിയിപ്പോ നടക്കാനുള്ളത്. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ പൊന്നുമോളെ കല്യാണം ഉറച്ചിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, നിസ്കാരമുള്ള നോമ്പുള്ളൊരു യുവാവ്, അവൻ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മ, എന്റെ ഉമ്മ പറയും പോലെയാണ് ഉമ്മ. ഉമ്മ അവിടെ നിന്ന് കല്യാണത്തിന്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്യുകയാണ്. ഉമ്മയോട് സംസാരിച്ചിട്ട് പൊന്നു ചെറുപ്പക്കാരൻ പറയാ, ഉമ്മ, ആ പൊന്നുമോളെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കൂ ഉമ്മ. പടച്ചവനെ, പൊന്നുമോളെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കുകയാണ്. ആ സമയത്ത് ആ പാവപ്പെട്ട പൊന്നുമോള് സംസാരിക്കുകയാ, ഇക്കാ, എന്നാണ് എന്റെ ഇക്ക ഒന്ന് കടന്നു വരുന്നത്, നിങ്ങളെ വന്ന് കാണാ കണ്ണു കൊതിക്കുന്നു ഇക്കാ എന്ന് പറയുമ്പോഴവിടന്ന് ആ ചെറുപ്പക്കാരന്റെ മനസ്സ് പൊട്ടിയിട്ട് പറയുന്നു, മോളെ സുബൈദ, നിന്റെ ഈ കാക്ക് നിനക്കൊരു സമ്മാനം തരാൻ പോവുകയോ. നിന്റെ കല്യാണത്തിന് കുറച്ചു ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ മോളെ. നിന്റെ ഈ കാക്കയാണ് കടന്നു വരുന്നത്. നിന്റെ ഈ കാക്ക കടന്നു വന്നിട്ട് നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ പുതിയ ആപ്പളയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാ. മറ്റുള്ള 3 സഹോദരിമാർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമല്ലേ മോളെ അള്ളാഹു നിനക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ റബ്ബേ, ആ പ്രിയപ്പെട്ട പൊന്നുമോളെത്ര സന്തോഷിക്കുകയാണെന്നറിയോ. അവിടുന്ന് പൊന്നുമോള് ഫോൺ വെച്ചപാട് ഉമ്മയോട് പറയാ, ഉമ്മ, എന്നോട് കാക്ക പറഞ്ഞത് മറ്റു 3 സഹോദരിമാർക്ക് ലഭിക്കാത്തൊരു സൗഭാഗ്യം എനിക്കെന്റെ ഈ കാക്ക തന്നുവെന്ന. അവിടുന്ന് ചോദിച്ചു, മോളെ, എന്താണ് എന്റെ പൊന്നുമോന് പറഞ്ഞത്? അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഈ കാക്ക എന്റെ കൈ പിടിച്ചുകൊണ്ട് കൊടുക്കാൻ കടന്നു വരുമെന്നാണ്. അവര് വാർത്ത കേട്ടപ്പോ ഉമ്മാക്കും സന്തോഷമാവുകയാ. അവിടെ നിന്ന് സംസാരിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ ഉമ്മാന്റെ കോൾ, അതാ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കോള് വരുന്നുണ്ട്. പ്രിയപ്പെട്ട പൊന്നുമോന്റെ കോള് വന്നു. അവിടെ നിന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആ പൊന്നുമോള് പറഞ്ഞത് ശരിയാണ്, ഞാൻ വരികയാ. എന്നിട്ട് പറയുന്നു, ഒന്നുകൂടെ പൊന്നുമോളെ കയ്യിലേക്കൊന്ന് കൊടുക്കാവോ ഉമ്മ? പൊന്നുമോളെ കയ്യിലേക്കൊന്ന് കൊടുത്തപ്പോ ആ ചെറുപ്പക്കാരൻ ചോദിക്കാട്, മോളെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അത് പറയോ. ആ സമയത്ത് എന്തോ 2 കാര്യങ്ങൾക്ക് ആ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ നിന്ന് ആ പൊന്നുമോന് സമ്മതിക്കുകയാണ്. പടച്ചവനെ, കോളവിടെ നിന്ന് വെച്ചു. വീണ്ടും ഉമ്മ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെ കാണാ ഉമ്മയുടെ കണ്ണ് കൊതിക്കുന്നടാ. നീ ദറസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നിന്നെ കാണാൻ ഈ ഉമ്മ എത്ര പ്രാവശ്യമാണ് കടന്നു വരുന്നത്. പോയിട്ട് 3-6 കൊല്ലം കഴിഞ്ഞില്ലേ പൊന്നുമോനെ, നീ എന്നാണ് കടന്നു വരുന്നത്? ഉമ്മ, പൊന്നുമോളെ കല്യാണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന് കടന്നു വരികയോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മയോട് അവിടെ നിന്ന് സന്തോഷം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി കല്യാണം
കല്യാണത്തിന് 10-17 ദിവസമേ ബാക്കിയുള്ളൂ. പടച്ച റബ്ബേ, അവിടുന്ന് ഫോൺ അവിടുന്ന് കട്ട് ചെയ്തു. അപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ വീട്ടിലേക്കൊന്ന് കടന്നു വരുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞു. ഉമ്മയോട് വന്നിട്ട് ചോദിച്ചു, പെങ്ങളെ, ഈ വീട്ടിൽ വല്ല വിശേഷവുമുണ്ടോ? അൽഹംദുലില്ലാഹ്, എന്റെ 3 മക്കളുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ഒരേ ഒരു പൊന്നുമോള് സുഫൈദ, അവളെ കല്യാണവും ആയിരിക്കുകയാ. അവളെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ അവൻ കടന്നു വരികയാ എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരെ ഒന്നും മിണ്ടിയിട്ടില്ല. അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. വീണ്ടും 2 ചെറുപ്പക്കാര് കടന്നു വന്നു. ആ ഉമ്മയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഉമ്മാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ കരയുവോ ഉമ്മ? നിങ്ങൾ വേദനിക്കുവോ ഉമ്മ? അവിടെ വെച്ചുകൊണ്ട് പറയും, എന്തിനാ പൊന്നുമോനെ കരയുന്നത്? എനിക്ക് സമാധാനമാണല്ലോ, എനിക്ക് സന്തോഷമാണല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന് പറയുമ്പോൾ അതിൽ പെട്ടൊരു ചെറുപ്പക്കാരൻ പറയാ, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോ നിങ്ങളോട് വിളിച്ചിരുന്നു. വിളിച്ചു മോനെ. എന്നാൽ ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന് കടന്നുപോയ വാഹനമില്ലേ, ആ ഒരു വാഹനം അവിടെ പെട്ടെന്ന് മറിഞ്ഞു ഉമ്മ. പൊന്നുമോ അവിടെ വെച്ച് മരിച്ചു ഉമ്മ. പടച്ചവനെ, ഇതൊരു ഉമ്മാക്ക് കേൾക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എത്രയോ വീടുകളിൽ കടന്നു പോയിട്ടില്ലേ നമ്മള്? പൊട്ടിക്കരഞ്ഞിട്ടില്ലേ നമ്മള്? വിഷമിച്ചിട്ടില്ലേ നമ്മള്? നമ്മുടെ കൂടെ ഉള്ളത്ര ചെറുപ്പക്കാരാടാ വിട പറഞ്ഞു പോയത്. പൊന്നുമോനെ, ആ കബറിന്റെ ഉള്ളിനെ പറ്റി ഓർക്കാൻ നമുക്കൊന്ന് കഴിഞ്ഞിട്ടില്ല. അവിടെ ഉമ്മ തളർന്ന് വീഴുകയാണ്, ഉമ്മ തളർന്ന് വീഴുകയോ. അവിടെ എല്ലാവരും ഭാര്യ എടുത്തുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ പോകുമ്പോ പെൺമക്കൾ ചോദിച്ചു, ഉമ്മ, എന്റെ ഉമ്മാക്ക് പറ്റിയത്? എന്തിനാണ് എന്റെ ഉമ്മ കരയുന്നത്? പടച്ചവനെ, 3 പെൺമക്കളുണ്ട് അവിടെ. ബാക്കിയുള്ള പൊന്നുമോളാണ് സുഫൈദ. അവളെ കാണുന്നില്ല. ഇക്കാക്ക വരുന്ന സന്തോഷത്തിലാണ് അവളെ വിളിച്ചു കൊണ്ടുവരാൻ ഉമ്മ പറയാ. അവളെ കൊണ്ടുവന്നപ്പോ അവളോട് പറഞ്ഞു, മോളെ, ഈ 4 സഹോദരിമാരിൽ നിനക്കെന്തേ ഭാഗ്യമില്ലാത്തത്? നിനക്കെന്തേ ഭാഗ്യമില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പറയാ, എല്ലാം പോയി മോളെ, എല്ലാം നഷ്ടപ്പെട്ടു പോയി മോളെ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉമ്മ പറയാ, നിങ്ങളുടെ ഇക്കാക്ക ഇനി ജീവനോടെ വരൂല്ല. ഇക്കാക്കയുടെ മയ്യിത്താണ് ഇവിടെ കൊണ്ടുവരുന്നത്. പടച്ചവനെ, ആ വീട്ടിന്റെ ഉള്ളിൽ കരച്ചിലായി. കല്യാണ വീട്ടിൽ അവിടെ വല്ലാത്ത കരച്ചിലാ. ഇനി കല്യാണത്തിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളാണ്. അതാ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുവരികയാ. കല്യാണത്തിന് വേണ്ടി ഉള്ള വീടൊക്കെ നല്ലതുപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്, വീട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യുമ്പോഴാണ് മയ്യത്ത് കൊണ്ടുവെക്കുന്നത്. അവിടെ നിന്ന് 4 കസേര എടുത്തിട്ടു. ആ കസേരയിലേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഇളയ പൊന്നുമോള് ഓടി വന്നിട്ട് പറയാ, ഇല്ല ഇല്ല, ഇവിടെ വെക്കല്ല. എന്റെ ഈ കാക്ക് എന്റെ മണിയറയുടെ ഉള്ളില് മേടിച്ചിടാ. എനിക്കൊരു കട്ടിൽ മേടിച്ച് തന്നിട്ടുണ്ട്. ആ കട്ടിലിൽ ആദ്യമായി എന്റെ ഈ കാക്കാന്റെ മയ്യത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. പടച്ചവനെ, കൂടിയവര് പറയാ, മയ്യത്ത് ഒരുപാട് ദിവസമായതാ, അതുകൊണ്ട് ഒരുപാട് വെക്കുവാന് പറ്റൂല. മയ്യത്ത് കൊണ്ടുപോയിട്ട് അടക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് കണ്ടോ എന്ന് പറയുമ്പോഴാ ഒരു ഭ്രാന്തിയെ പോലെ മുടിയെല്ലാം വാരിപ്പിരുത്തിട്ടുകൊണ്ട് കടന്നു വരുന്നതാരെന്നറിയോ? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഉമ്മയാ. ഓടി വന്നിട്ട് അവിടെ നിന്ന് പറയാണ്, മോനെ, നീ ഉമ്മാനെ വിട്ടിട്ട് പോവുകയാണോ? പാപ്പയില്ലെങ്കിൽ എന്താ? ആ ഒരു വിഷമം അറിയിപ്പിക്കാതെ പൊന്നെ പോലെ നമ്മളെ വളർത്തിയവനാ.
പടച്ചവനെ ഇനി ആരാടാ നമുക്കുള്ളത്, നീ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് ആ പുന്നാര മകനെ യാത്രയാക്കുകയാണ്. അപ്പോഴാണ് 4 സഹോദരിമാര് വീടിന്റെ ജനാലയുടെ പാളിയിലൂടെ അവര് നോക്കി നിന്നുകൊണ്ട് വിളിക്കുന്നു, ഇക്കാക്കാ നിങ്ങൾ പോവുകയാണോ? അപ്പോഴാണ് ഉമ്മയുടെ വിളി കേൾക്കുന്ന മോനെ. പുന്നാര സഹോദരിമാരുടെ കണ്ണൊന്ന് നിറഞ്ഞു പോയാ ഓടി വന്നിട്ട് അവരുടെ കണ്ണുനീര് തുടച്ചിട്ട് അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന മോനെ. ഇന്നതാ നിന്റെ സഹോദരിമാര് നിലവിളിച്ചിട്ട് കരയുകയാണ്. അവരെ നോക്കാതെ നീ തിരിഞ്ഞു നോക്കാതെ പോവുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയെങ്കിൽ എന്റെ ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരാ, നമ്മൾ എന്ത് വിചാരിച്ചു പോയി? ഉമ്മയോട് വഴക്കിട്ടാൽ പ്രയാസമില്ലല്ലോ, ബാപ്പയോട് വഴക്കിട്ടാൽ പ്രയാസമില്ലല്ലോ, തുച്ഛമായിട്ടുള്ള വയസ്സല്ലേ ആയിട്ടുള്ളൂ, 60 വയസ്സ് വരെ അല്ലാഹുവേ ജീവിച്ചിരിക്കാമല്ലോ. എന്റെ ചെറുപ്പക്കാരാ, ഇന്നിവിടെ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഹമീദ്ക്ക, അവിടെ 9 വയസ്സുള്ള പൊന്നുമോള് മിസ്രിയ മരിച്ചുപോയി. പെട്ടെന്ന് മരിക്കുമെന്നുള്ള കഥയുണ്ടായിരുന്നോ, ചിന്തയുണ്ടായിരുന്നോ? ഇല്ല. പടച്ചവനെ, ആ പൊന്നുമോളെ ഖബർ സ്വർഗമാക്കണമല്ലോ. അതുകൊണ്ട് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ലോകത്തിന്റെ രാജകുമാരൻ പറയാ, മാതാവിനോട് പിതാവിനോട് ഒരു മകനിക്ക് സ്നേഹത്തോടെ പൊരുത്തത്തോടെ കഴിഞ്ഞുകൂടണോ? അല്ലാ അല്ലാ, അവൻ മരിക്കണമെന്നുള്ള ചിന്ത, അവൻ മരിക്കുമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിന്റെ ഉള്ളറയിൽ കൊണ്ടുവരണമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് കാര്യം നമുക്ക് വിജയിക്കണോ, നമ്മുടെ നിസ്കാരം എന്തിന്? ഈ വാളിന്റെ ഈ സദസ്സ് തന്നെ നമുക്ക് ഇരിക്കാൻ നമുക്ക് തോന്നണോ? പടച്ചോനെ, 1-2 മണിക്കൂർ ഇരിക്കുമ്പോ ഇവിടെ വെച്ച എന്റെ മരണമെങ്കിലോ ഞാൻ രക്ഷപ്പെട്ടില്ലേ, പോകുന്ന വഴിയിലാണെങ്കിലോ കഴിഞ്ഞില്ലേ? അല്ലാഹു എല്ലാവർക്കും പടച്ച റബ്ബേ, ഈ ഷമീർദാരി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ആഖിബത്ത് നീ ഒരിക്കലും മോശമാക്കല്ലേ പടച്ചോനെ. മനസ്സിൽ തട്ടി അല്ലാഹു ആഖിബത്ത് മോശമാക്കല്ലേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. എന്റെ നിർത്താറായ ഇല്ല എന്നുള്ളൊരു കൈവെക്കി നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങൾ നല്ല നാട്ടുകാരൻ അല്ലാഹു എന്നും പറഞ്ഞ് പിന്നെ ഒരുപാടൊന്നും പറയില്ല കേട്ടോ. സംഘാടകരൊക്കെ നോക്കി അൽഹംദുലില്ലാഹ്, നല്ല സംഘാടകർ, എനിക്ക് അവരൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അവരോടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു ബഹുമാനത്തോടെ ആദരവ് 2 മണിക്കൂറാണ്. അപ്പുറത്തോട്ട് പറഞ്ഞേക്കല്ലേ. നാളെ എല്ലാ ദിവസവും പരിപാടികളും അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോൾ അവസാനം ഞാൻ ഒരു അനുഭവം പറയും. എന്തിനെന്നറിയോ? അത് ആ ഒരു അനുഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും അത് മനസ്സിൽ തട്ടും, ഉറപ്പാണ്, ഒരു മാറ്റമില്ല. എല്ലാ ഉപ്പമാർക്കും മനസ്സിൽ തട്ടും. അങ്ങനത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കും. എന്തിനെന്നറിയോ? അവിടെ നിന്നും കിട്ടുന്ന കഥകളെടുത്ത് പറഞ്ഞിട്ട് സമയം കളയാനല്ല. അത് നമ്മുടെ മനസ്സിന് ഒരു മാറ്റം വരും. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിന് ഈമാനികമായ ചിന്ത നീ നൽകണേ റഹ്മാനെ. ഇല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ? അതുകൊണ്ട് അവരെ സ്നേഹിക്കണമെങ്കിൽ മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി. അവരിഷ്ടപ്പെടണം, അവരെ ബഹുമാനിക്കണം. ബാപ്പ എന്ന് പറയുമ്പോൾ ആ കള്ളക്കിളവ എവിടൊക്കെ പോയിട്ട് വിയർത്ത് കുളിച്ചിട്ട് നാറിയിട്ട് ആ നാറ്റത്തിൽ പണ്ട് ഓടിപ്പോയിരുന്നു. ആ ബാപ്പയുടെ മുമ്പിൽ പോയിട്ട് ബാപ്പ വിയർത്ത് കുളിച്ചിട്ട് വന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓടിപ്പോയിട്ട് ബാപ്പാന്റെ വിയർപ്പിന്റെ പുറത്തൂടെ കിടന്നിട്ട് ബാപ്പാടെ പോക്കറ്റിൽ കൈയിട്ട് മിഠായി എടുത്തിരുന്നു. ആ ഒരു കാലം കഴിഞ്ഞു. ഇന്നോ വീട്ടിന്റെ ഉള്ളിൽ അവിടെ നിന്ന് ശരീരത്തിൽ ചെറിയൊരു സ്മെല്ലടിച്ചാൽ ഉമ്മയോട് പറയും, എന്താ കിളവൻ ഇത്ര സ്മെല്ല്? അല്ലെങ്കിൽ ഉമ്മാന്റെ ശരീരത്തടിച്ചാൽ പറയും, നിങ്ങൾക്ക് ഇവരൊന്ന് നോക്കിക്കൂടെ? ഇല്ലേ? വയസ്സായി പോയ ബാപ്പയും ഉമ്മയും കൊച്ചുമക്കളെ പോലെയാ, കുട്ടികളെ പോലെയാ. അവൻ നമ്മൾ കാണണം. ഇല്ലേ? പിന്നെ ഈ വയസ്സായ ബാപ്പ ഇങ്ങനെ കിടന്നിട്ട് ചോദിക്കും, മോനെ ആരാടാ നിന്റെ വീട്ടിൽ വന്നത്? അപ്പൊ നമ്മൾ ആദ്യം പറയും, ബാപ്പ അതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷുക്കൂറാൻ. പറയും, ഷുക്കൂറോ? ആ ഏത് ഷുക്കൂർ മോനെ? അപ്പൊ വീണ്ടും പറയാം, ബാപ്പ നമ്മുടെ മറ്റേ അപ്പുറത്തെ വീട്ടിലുള്ള ആ ഷുക്കൂറാൻ. ബാപ്പ എന്നിട്ട് വീണ്ടും ചോദിക്കും, മോനെ ആരടാ വന്നത്? വയസ്സായില്ലേ? വീണ്ടും പറയും. നമ്മുടെ ശബ്ദത്തിന് മാറ്റം വന്നു. ബാപ്പാന്റെ കൂട്ടുകാരൻ ഷുക്കൂറാൻ. മൂന്നാമതും ചോദിക്കും ഈ സാധു, മോനെ ആരടാ വന്നത്? പടച്ചോനെ, എല്ലാ തന്തമാരും മരിക്കുന്നു, ഈ തന്തയ്ക്ക് മരണ. മൂന്നാമത്തെ പറച്ചിൽ ഇതാണ്. അങ്ങനെ പറയുന്ന മക്കളെ തൊട്ട് നമ്മുടെ മക്കൾ അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ.
പടച്ചവനെ മാതാവിനെ പിതാവിനെ സ്നേഹിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണേ അല്ലാ. ഇല്ലേ, കഴിഞ്ഞില്ലേ? അവര് പറഞ്ഞ ഈ ഉമ്മയും ബാപ്പയും തന്നെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കൊച്ചുമക്കളായി 3, 4, 5 വയസ്സുള്ളപ്പോ ഈ ബാപ്പയുടെ കൈയും പിടിച്ചുകൊണ്ട് അഴിയോര ഭാഗത്തുകൂടെ കടന്നു വരുമ്പോ ഈ ബാപ്പയോട് ചോദിച്ചു, ബാപ്പ ആ കാണുന്നത് എന്താണ്? ആ സമയത്ത് ബാപ്പയോട് ബാപ്പ മകനോട് പറഞ്ഞു, മോനെ അത് കാറാൻ. അപ്പ ചോദിച്ചു, വീണ്ടും ചോദിച്ചു, എന്തിനാ ബാപ്പ? മോനെ വണ്ടി, കാറ്. മോനിക്ക് മനസ്സിലായില്ലേ? വീണ്ടും ചോദിക്കും, ബാപ്പ എന്താ ബാപ്പ? അപ്പോഴും പറയും, മോനത് കാറാണ്. കാറ് വാപ്പച്ചിക്ക് തന്നെ, എന്റെ ഉപ്പാന്റെ കുട്ടിക്ക് അത് മനസ്സിലായില്ലേ? അവസാനം ബാപ്പാക്ക് ദേഷ്യം വരും. അങ്ങനാണല്ലോ, മക്കൾക്ക് അറിയാമല്ലോ. ഇനി ചോദിക്കണ്ട, ചോദിച്ചാൽ പണി കിട്ടുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതായിരിക്കും. അപ്പം ബാപ്പ അങ്ങോട്ട് ചോദിക്കും, ബാപ്പാന്റെ കുട്ടിക്ക് അത് മനസ്സിലായോ? നമ്മളാണെങ്കിലോ നേരെ തിരിച്ചു പറയും, ഇനി ഒരക്ഷരം മിണ്ടിയാൽ, ഇനി ഒരക്ഷരം മിണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം തരൂല, വെള്ളം തരൂല. ഇത് നമ്മുടെ പറച്ചിൽ ഇല്ലേ? അവര് എത്ര വയസ്സായിക്കോട്ടെ, അവരെന്തു പറഞ്ഞാലും ഒന്നനുസരിക്കണം. ആരാ പറഞ്ഞു? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, അവരെന്തു പറഞ്ഞാലും നമുക്ക് ഇനി എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയരുത്. ഇൻഷാ അല്ലാഹ് വാപ്പ ഞാൻ ചെയ്യാം. ഉമ്മയാണെങ്കിലും അവിടുന്ന്, ഉമ്മ നിങ്ങൾ പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. ഈ ഒരു പറച്ചിൽ പറയണം, ഇല്ലേ? നമുക്കറിയാം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, നന്നായിട്ട് പറഞ്ഞു, ഇപ്പൊ നിർത്തും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് മകനാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബാപ്പ നിന്നെ ബലിയർക്കം കൊണ്ടുപോവാൻ. അപ്പോ ബാപ്പ പറഞ്ഞു, മോനെ നിനക്ക് സമ്മതാണോ? ബാപ്പ എനിക്കൊരു കുഴപ്പമില്ല, ബാപ്പ കൊണ്ടുപോയിക്കോളി. നമ്മുടെ ഈ ഇരിക്കുന്ന മക്കളോടെ കാണാൻ നിങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് പറയാം, മോനെ നിന്നെ ബലിയർക്കാനായിട്ട് ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ബാപ്പന്റെ തല ഉണ്ടാവൂല, അല്ലേ? അവിടെ നിന്ന് പറഞ്ഞു, മോനെ ഇങ്ങനെ ബാപ്പ കണ്ടു. അപ്പൊ മോൻ എന്താ പറഞ്ഞ? ബാപ്പ ഇന്നെങ്ങനെ ചെയ്യലെന്നല്ല. മകൻ പറഞ്ഞു, ഉടനെ കഴുത്തന്റെ തറുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്കോ ബാപ്പ, ആറ്റക്കനി മോനെ ഇതാ നിന്നിപ്പോ, ഏറ്റം പിരീശത്താലിതാ നിന്നിപ്പോ, നേരം കളയാതെ അറുക്കോ ബാപ്പ, നേരെ പിടിവാൽ വെച്ചറുക്കോ ബാപ്പ, നേരം കളയാതെ അറുക്കോ ബാപ്പ, നേരെ പിടിവാൽ വെച്ചറുക്കോ ബാപ്പ. ബാപ്പ എന്തിനു പേടിക്കണം? നമ്മുടെ മക്കള് പറയോ, ബാപ്പ കിടക്കുന്ന കിടപ്പി കിടന്ന, മോനെ അവിടെ പോയി കുറച്ച് പഞ്ചസാര മേടിച്ചിട്ട് വാടാ, എന്നെ കിട്ടൂല. ഇത് പറയല്ലേ മോനെ. ആ പറച്ചിലോട് കൂടി അള്ളാഹുവിന്റെ ലഅനത്തിന്റെ മാലാകമാർ നിന്നെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലേ? വയസ്സായ ഉമ്മയോട് മക്കൾ ചെയ്യുന്ന എന്തൊരു കുറ്റം അല്ലേ? വയസ്സായ ബാപ്പയോട് മക്കൾ ചെയ്യുന്ന എത്ര കുറ്റമാണ്. അവർ തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നുമില്ല. ഈ വയസ്സായ ഉമ്മയോ ബാപ്പയോ വീട്ടിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ട് ഒരു വീട് വെച്ചു, നല്ല സുന്ദരമായൊരു വീട്. ആ വീട് വെച്ചിട്ട് വീടിന്റെ പാല് കാച്ചു കുടിയിരിപ്പ് നാളെയാൻ. അങ്ങനെ നമ്മളൊക്കെ വന്ന് ഭയങ്കര സെറ്റപ്പായി പാത്രം ഒക്കെ മേടിച്ചു, വീട് ഭയങ്കര ഉഷാറ്. വീടിന്റെ പാല് കാച്ചാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഉമ്മ വന്നിട്ട് പറയാം, മോനെ നിന്റെ മക്കളെയും വിളിച്ച് നിന്റെ ഭാര്യയും വിളിച്ച് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഉമ്മ പറയാൻ സമ്പത്തൊക്കെ നമ്മുടേതാ, പക്ഷെ ഉമ്മ പറയാൻ മോനെ ഇപ്പൊ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഉമ്മയോ ബാപ്പയോ ആ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ ഇറങ്ങിക്കൊടുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്ര ഗൗരവമുണ്ട് അല്ലേ? ഉമ്മയോടും ബാപ്പയോടും സ്നേഹം വേണം. ഉമ്മയോ ബാപ്പയോ വയസ്സായിട്ട് വീട്ടിൽ കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു റൂം കെട്ടും, അതിനകത്ത് ബാപ്പയെ അങ്ങോട്ട് കൊണ്ടിരുത്തും, ഉമ്മയെ കൊണ്ട് കിടത്തും. വന്നിട്ട് പറയും, ഈ റൂമിന്റെ വെളിയിലേക്ക് വരാൻ പാടില്ല, വന്നാൽ കാലും കൈയും ഞാൻ തല്ലി ഓടിക്കും. പടച്ചോനെ, ആരോടാ റബ്ബേ പറയുന്നത്? ആരോടാ പടച്ചോനെ പറയുന്നത്? ഇല്ലേ? എന്റെ കൂട്ടുകാര് വരും, ഇവിടെ പലരും വരും. അപ്പോഴൊന്നും
ഈ മുഷിഞ്ഞ വേഷത്തി എന്റെ പൊന്നാര തന്റെ ഈ വഴിക്ക് വന്നേക്കല്ലേ എന്ന് പറയുന്ന എത്ര മക്കളുണ്ട്. എന്നാൽ ഇതേ ബാപ്പ തന്നെയാണ്, ഇതേ ഉമ്മ തന്നെയാണ്. അവരും പണ്ട് മുതലാളിമാരൊക്കെ ആയിരുന്നു. അന്ന് നമ്മളാകുന്ന മക്കൾ 3-4 വയസ്സുള്ളപ്പോ മൂക്കളെ ഒലിപ്പിച്ച് ശരീരത്താസകലം വല്ലാത്ത വൃത്തികേടും അതുപോലെ വല്ലാത്ത മ്ലേച്ഛമായ പലതും വാരി പുരട്ടിയിട്ട് എത്ര വലിയ മുതലാളിമാര് കടന്നു വന്നാലും ആ ബാപ്പയാകുന്ന നിങ്ങൾ ഇരിക്കുന്ന മക്കളെ നിങ്ങളുടെ ബാപ്പ വാരിയെടുത്തു, അവിടെ നിന്ന് ചുണ്ടത്ത് മുത്തം തന്നു. എന്നിട്ട് പറയും ഇതെന്റെ മോനാണ്, ഇതെന്റെ 2ാമത്തെ മോനാണ്, ഇതെന്റെ 3ാമത്തെ മോനാ എന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ ബാപ്പമാർ, നിങ്ങളുടെ ഉമ്മമാർ. ഇന്നിപ്പോ നമ്മളാണ് നേരെ എതിര്. തന്റെ വെളിയിലേക്ക് വരല്ലേ. താടി രോമം നരച്ച ബാപ്പാക്കുള്ള ആ ഒരു താടി നരച്ചു എന്നുള്ള കുറ്റമാണോ? ബാപ്പയുടെ കാല് വളഞ്ഞു പോയി എന്ന് പറയുന്ന കുറ്റമാണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ധൈര്യമുള്ളവർ, ആണത്തമുള്ളവർ ഇന്നീ പാതിരാത്രിയിൽ ഇവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞാൽ പടച്ചറബേ പോയിട്ടവരുടെ കാൽക്ക് വീണിട്ട് പൊരുത്തം ചോദിക്കുന്ന മക്കളാകണം. അല്ലെങ്കിൽ കഴിഞ്ഞു. ഒരു മകൻ ഉമ്മയെടുത്തു കൊണ്ടുപോവിടെ വലിയ വനഞ്ചെരുവിൽ, പടച്ചവനെ വലിയ വനഞ്ചെരുവിലേക്കൊന്ന് കൊണ്ടുപോവുകയാ. ആ സമയം തന്നെ ഉമ്മ പുന്നാര മകന്റെ തോളിൽ കിടന്നിട്ട് വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു വൃക്ഷത്തിന്റെ ഇല പറിച്ചിട്ട് താഴെയിട്ടു. ഏതുവരെ എന്നറിയോ ചെറുപ്പക്കാരാ? ആ മകൻ എവിടം വരെയാ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുപോകുന്നത്? ആ കൊണ്ടുപോകുന്ന സമയം വരെ ഓരോ വൃക്ഷത്തിന്റെ ഇലകളും പൊന്നുമകന്റെ തോളിൽ കിടന്നിട്ട് പറിച്ചിട്ട് താഴേക്കിടുകയാണ്. പടച്ചവനെ, അങ്ങനെ അതാ കൊണ്ടുപോവുകയാണ്. ഒരു പാറയുടെ പുറത്ത് ഉമ്മയെ കൊണ്ടിരുത്തി. എന്നിട്ട് പറഞ്ഞു, തള്ളേ, ഇനി നിങ്ങളുടെ മലമെടുക്കാൻ എന്നെ കിട്ടൂല, നിങ്ങളുടെ മൂത്രമെടുക്കാൻ എന്നെ കിട്ടൂല. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നു, മോനെ, എന്റെ കുഞ്ഞിന് ഇവിടെ നിൽക്കല്ല, ഇവിടെ വന്യജീവികളുള്ള സ്ഥലമാണെന്ന് ഉമ്മക്കറിയാ. ഉമ്മാനെ വന്യജീവികൾ കടിച്ചു കൊള്ളട്ടെ, കടിച്ചു കയറട്ടെ, എന്റെ പൊന്നുമോൻ ഇവിടെ നിന്ന് കടന്നു പോകോ എന്ന് പറയുന്ന സമയം പറയും, തള്ള എനിക്കറിയാൻ പോകാ, നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞിട്ടാ പൊന്നുമകൻ തിരിച്ചു നടക്കുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പക്ഷേ പടച്ചവന്റെ കുതിരത്ത് കാരണം വഴിയൊന്ന് തെറ്റുകയാണ്. വീണ്ടും തിരിച്ചുമ്മയുടെ ചാര വരികയാ. ഉമ്മ പറഞ്ഞു, മോനെ, പൊന്നാര മകനെ കുമ്മ വന്ന് വഴി പറഞ്ഞു തരട്ടെ. വേണ്ടതല്ലേ, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മകൻ വീണ്ടും വരികയാണ്. വീണ്ടും വഴി തെറ്റുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ, എടാ സന്ധ്യയാവുന്നടാ, വന്യജീവികൾ കടന്നു വരുമടാ, അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടിക്ക് ഉമ്മ വഴി പറഞ്ഞു തരോ, ഉമ്മാനെ കൊണ്ടുപോണ്ടടാ നീ എന്ന് പറയുമ്പോ അവസാനം പറഞ്ഞോ തള്ളേ എന്ന് പറയുമ്പോ ഈ ഉമ്മ പറയാണ് അവിടെ നിന്ന് വിറക്കുന്ന ചുണ്ടുകളോട്, മോനെ, ഈ കാണുന്ന പച്ചില കണ്ടോ? ഈ ഇല ഇങ്ങനെ ഉമ്മ വഴിയോരത്ത് മുഴുവനും പറിച്ചിട്ടിട്ടുണ്ട്. ഈ ഇലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോയാ നിന്റെ വീട്ടിലേക്ക് എത്താമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പ്രിയപ്പെട്ട ഉമ്മ കടന്നു പോവുകയാണ്. ഈ പ്രിയപ്പെട്ട പൊന്നുമോന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ഉമ്മ പറഞ്ഞ വഴിയിലൂടെ കടന്നു പോകുമ്പോ വളരെ വിദൂരത്തുന്നേ തന്റെ വീടിന്റെ വെളിച്ചം ഇങ്ങനെ കാണുകയാണ്. അല്ലാ, തിരിച്ചു ഒരോട്ടമാ. ഓടി വരുമ്പോൾ ഉമ്മ പാറയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് 2 കൈകൾ ഉയർത്തിയിരിക്കുകയാ. എന്തേ ഉമ്മ പറയുന്നുണ്ട്, ഈ മകനവിടം നനങ്ങാതെ ചെന്നിട്ട് കാതു കൊടുക്കുമ്പോ എന്റെ മോനെ, ഉമ്മ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാ, എന്റെ പൊന്നുമോൻ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നാലു പടച്ചവനെ അവർക്കൊരാപത്ത് വെക്കല്ലേ അല്ലാ, അവനവർ ജീവിയുടെ മുമ്പിലും പെടുത്തല്ലേ അല്ലാ, അവനെന്നെ ഇതുപോലെ കൊണ്ടു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് അവന്റെ മക്കൾ അവനെ കൊണ്ടു കളയുന്ന കരയുന്ന കരങ്ങള് ആ ഉമ്മാക്കുണ്ടല്ലേ ചെറുപ്പക്കാരാ, ആ പ്രിയപ്പെട്ട പാപ്പക്കുണ്ട് മോനെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ചെന്നിട്ട് ഉമ്മ, എന്റെ പൊന്നുപ്പാ, നാളെ ഞാൻ മരിച്ച പടച്ചവന്റെ മുമ്പിൽ സന്തോഷത്തോടെ കടന്നു പോകണ്ടേ ഉമ്മ, അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണമെന്ന് പറഞ്ഞിട്ട് അവർ തന്ന സ്നേഹത്തിന് മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരല്പമെങ്കിലും കൊടുക്കാ. എന്റെ ചെറുപ്പക്കാരാ, കഴിഞ്ഞുകൂടിയാൽ നിങ്ങൾ ഭാഗ്യവാനാണെന്ന് പറഞ്ഞത് ആരെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഉറക്കെ പറഞ്ഞോളി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ ഇന്നത്തെ മക്കൾ ഉമ്മയോട് സ്നേഹം ഉണ്ടാകും, ഉമ്മയോട് നല്ല സ്നേഹം ഉണ്ടാവും, പക്ഷെ ബാപ്പയോട് എന്തോ അറിയില്ല. വയസ്സായിട്ടിരിക്കുന്ന ബാപ്പ, ആ ബാപ്പയെ പറ്റി അന്വേഷിക്കാനുള്ളൊരു മാനസികമായ ചിന്ത പോലും നമുക്കൊന്ന് കടന്നു വരുന്നില്ലല്ലോ. അങ്ങനത്തെ മക്കളായി ഇന്നത്തെ മക്കൾ മാറിക്കൊണ്ടിരിക്കുക. മോനെ, ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം നമ്മൾ ചൂടാറാതെ കഴിക്കുമ്പോഴും ആ ബാപ്പ നിനക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ വിയർപ്പിന്റെ തുള്ളികൾ ആ ശരീരത്തൊന്നും മാറിയിട്ടില്ല. ഉമ്മ തരുന്ന ചോറിന് നല്ല രുചിയുണ്ട്, ആ മീൻകറിക്ക് നല്ല രുചിയുണ്ട്. എന്റെ പൊന്നാര മോനെ, ആ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ബാപ്പന്റെ കൈ വേദനിക്കുന്നുണ്ട്. നീ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് നീ കഴിക്കുമ്പോ എനിക്കൊരു കുഴപ്പമില്ല, നല്ല രുചിയുണ്ട്, നല്ല ചോറ്. ഉമ്മാക്ക് അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു, ഭയങ്കര ഹാപ്പിയായി. നിന്റെ ബാപ്പയാണ് ഇതിന്റെ പിന്നിലുള്ള കരങ്ങൾ, അല്ലേ? ഇന്നിപ്പോ ബാപ്പക്ക് സ്നേഹം കൊടുക്കുന്ന എത്ര മക്കളാണ്, ബാപ്പയോട് ഇഷ്ടം കാണിക്കുന്ന എത്ര മക്കളാ. എന്റെ പൊന്നുമോനെ, കഴിഞ്ഞു. ഉമ്മ സ്വർഗാൻ. ഉമ്മ അവിടെ നിന്ന് അൽഹംദുലില്ലാ ഉമ്മാന്റെ കാൽച്ചോട്ടിലാണ്, സ്വർഗമുറപ്പാണ്. എന്നാൽ നമ്മൾ നല്ലൊരു വീട് വെച്ചു, ആ ഒരു വീട് വെച്ചിട്ട് ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ കടന്നു പോകണമെങ്കിൽ നല്ലൊരു വാതിൽ വേണം. ഒരു വീട്ടിന്റെ മർമ്മപ്രധാനം ഒരു വാതിലാണ്. ആ വാതിലാണ് വാപ്പ. ആ വാപ്പന്റെ പുരത്തിൽ ഇങ്ങനെ പോയിട്ട് വട്ടം കറങ്ങാൻ പറ്റും. പടച്ചോനെ ഏതിലെ കൂടെ കയറാന്ന് പറഞ്ഞ് കയറാൻ പറ്റൂല. ഈ വയസ്സായ താടി നിറച്ച കാൽമുട്ട് വേദനിച്ച് ഷുഗറും കൊളസ്ട്രോളും പ്രശ്നമായി കഴിയുന്ന ഈ ബാപ്പയില്ലേ, ഈ ബാപ്പായ പൊന്നാര ഉപ്പാന്ന് വിളിക്കണം. ആ ബാപ്പയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം. പറ്റുമെങ്കിൽ ആ ബാപ്പയെ കെട്ടിപ്പിടിച്ച് ആ ബാപ്പയുടെ കവിൽ തടത്തിൽ ഒരു മുത്തം കൊടുക്കുന്ന ആണത്തമുള്ള മക്കളായാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ കാത്തിരിക്കുന്നത് പടച്ചവന്റെ സ്വർഗത്തിന്റെ മലക്കുകളാണ്. ഷമീർദാരിമിയുടെ വാക്കല്ല, ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ ഗുരുവര്യരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റോ? നമ്മളെ കൊണ്ട് ഇല്ല, നമ്മളെ കൊണ്ട് കഴിയില്ല എന്റെ പ്രിയപ്പെട്ട യുവത്വമേ. ഇല്ല, ഇനിയിപ്പോ ഫെബ്രുവരി 14 കടന്നു വരാൻ, ഫെബ്രുവരി 14 കടന്നു വരാ. ഇഷ്ടപ്പെടുന്നവർക്ക് പൂ കൊടുക്കാനും ലവ് ലെറ്റർ എഴുതാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും മോനെ ആദ്യം ഇഷ്ടപ്പെടേണ്ടുന്ന ആരെയാണ്? അല്ലാഹ്, പടച്ച റബ്ബിനെയാണ്. രണ്ടാരെയാണ്? ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ പറയ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഞാൻ ചുരുക്കി വരികയാ. എന്റെ പ്രിയമുള്ള സഹോദര, സ്നേഹം കൊടുക്കാൻ ഫെബ്രുവരി 14 വേണ്ടി കാത്തിരിക്കുന്ന എന്റെ ആണത്തമുള്ള ചെറുപ്പക്കാരോട്, +1-നും +2-നും ബികോമിനും ബിടെക്കിനും MBBS-നും പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട്, യുവതികളോട് പറയാ, ഇന്ന് സ്നേഹത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ കണ്ടുപിടിക്കുമ്പോ പൊന്നുമോനെ, ആദ്യം നീ ഗിഫ്റ്റ് കൊടുക്കേണ്ടുന്നത് ആർക്കെന്നറിയോ? നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നെ 10 മാസം ഗർഭം ചുമന്നുകൊണ്ട് നടന്നിരുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലേ, നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഉമ്മയില്ലേ, ആ ഉമ്മാന്റെ ചാരത്ത് വന്നിട്ട്, ഉമ്മ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണല്ലോ ഉമ്മ, എന്റെ ഉമ്മാക്ക് ഞാൻ ഇത് തരുന്നെന്ന് പറഞ്ഞ് ഫെബ്രുവരി 14 എന്റെ പൊന്നുമോനെ ചെയ്യാൻ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നീയാണ് സന്തോഷവാന്. അതല്ലാതെ വഴിയോരത്ത് നിന്റെ പാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ കാശ് മേടിച്ചിട്ട് അതിന് പൂ മേടിക്കാനും പുസ്തകം മേടിക്കാനും മറ്റുള്ള സാധന സാമഗ്രികൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന എന്റെ ചെറുപ്പക്കാരാ, അതിന് പകരം നിന്റെ വീട്ടിലുണ്ട് പ്രിയപ്പെട്ട ഉപ്പയില്ലേ, ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ചാര വന്നിട്ട്, ഉപ്പ ഇന്നത്തെ ഒരു ദിവസത്തിന് ഇന്നതുപോലെ മഹത്വങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നാൽ ഇന്ന് ഞാൻ ആദരിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എന്റെ ചെറുപ്പകാലത്തിൽ എനിക്കൊരുപാട് കളിപ്പാട്ടം മേടിച്ചു തന്ന, എനിക്കൊരുപാട് പുസ്തകം മേടിച്ചു തന്ന, എനിക്കൊരുപാട് പുത്തനുടുപ്പ് മേടിച്ചു തന്ന, ഓരോ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരുമ്പോഴും എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ മേടിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ഉപ്പാക്ക് ഞാൻ ഇന്നതാ ഒരു സമ്മാനം തരികയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാ. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളെ കൊണ്ട് കടന്നു പോയാൽ പിന്നീട് ആരാണ് പടച്ചവനെ? ഫെബ്രുവരി 14 അന്ന് സന്തോഷത്തോടെ കാതോർത്ത് കൊണ്ടിരിക്കുന്ന കൂട്ടുകാരാ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട്, അല്ലാഹുവേ ഇന്നത്തെ ഒരു ദിവസം നീ എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് പടച്ചവനിലേക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ റബ്ബിനോടൊന്ന് നന്ദി ചെയ്യണ്ടേ ചെറുപ്പക്കാരാ? ഇനി എങ്ങനെ സ്നേഹിക്കാൻ നിനക്ക് മനസ്സ് വരുന്നു? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടുന്നത് ലോകത്തിന്റെ മണിമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാട് ആ മുസ്തഫ നബി തങ്ങൾക്ക് വേണ്ടിയല്ലേ സ്വഹാബത്ത് അവിടുന്ന് കൈകാലുകൾ കളഞ്ഞത്, ശരീരങ്ങൾ അവിടുന്ന് ഛന്നഭിന്നമായി പോയത്. ആ റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ലേ സ്വഹാബത്ത് കരഞ്ഞു പോയത്, ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിച്ചു പോയതാണ്. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് പറയാ, ഇന്ന് സ്കൂളുകളിലും വഴിയോരങ്ങളിലും ആ ഒരു അനാചാരം കൊണ്ടാടുമ്പോ നിനക്ക് പറ്റോ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ വന്ന് താടി രോമം നരച്ചുപോയി നിന്റെ ഉപ്പാന്റെ ചാര വന്ന് ഏറ്റവും നല്ല സമ്മാനമായി നിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കവിൾത്തടത്തിൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാ, നിന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാ നിനക്കൊന്ന് കഴിഞ്ഞു പോയാ അതാണ് മോനെ ആണത്തമുള്ളതെന്ന് പറയാ നമുക്ക് പറ്റുക. അല്ലാഹുവേ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിൽ കഴിയാ നമുക്ക് തൗഫീഖ് തരണേ അല്ലാ. നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരണേ പടച്ചവൻ. അതുകൊണ്ട് ജീവിതം എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ഇബാദത്തും ളുഹറും മസറും മഗ്രിബും ഇശാഉം സുബ്ഹിയും ഒക്കെ നിസ്കരിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ അതൊക്കെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഒരു കഥാപുരുഷനും അതുപോലെ ഒരു പെണ്ണും, ഈ രണ്ട് പേരുടെ പൊരുത്തം നമുക്ക് വേണം. അഷ്റഫുൽ ഖൽഖ് നബിയുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല, കല്യാണം കഴിഞ്ഞ നമ്മുടെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ പാവപ്പെട്ടവർ വന്നിട്ട് പറഞ്ഞത് വാള അവസാനിപ്പിക്കാനല്ല കേട്ടോ, എനിക്ക് രണ്ട് എഴുത്ത് തന്നത് വേറൊന്നുമല്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങളോട് 15 മിനിറ്റ് ചോദിക്കാം, ഇരിക്കോ ഇൻഷാ അല്ലാഹ്? 15 മിനിറ്റ് ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്? അള്ളാഹു തആല ഖബൂലാക്കട്ടെ. നിങ്ങൾക്ക് മടുപ്പ് തോന്നിക്കണോ? സംഘാടന അവിടെ കുറെ ഉണ്ടല്ലേ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ യുവാക്കളൊക്കെ നല്ല ആവേശത്തിൽ അള്ളാഹു അവർക്ക് ഇതിന് പകരം അർഹമായ പ്രതിഫലം അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, ഇനി ഒന്ന് പറയും, ഇവിടൊക്കെ കല്യാണം കഴിഞ്ഞാല് നേരെ പെണ്ണിന്റെ വീട്ടില് അല്ലേ എന്തെങ്കിലും ചിരിക്കണ് ആദ്യം അങ്ങനെ പിന്നെ മാറില്ലേ? അള്ളാഹ് കബൂലാക്കട്ടെ. എന്ത് പെണ്ണിന്റെ വീട്ടിൽ ഇരിക്കാൻ, അതിനല്ല ചങ്ങായി വരെ എന്തൊരു സുഖം. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. ഇനി എങ്ങനെയൊക്കെ ആണെങ്കിലും വേണ്ടില്ല. ഇനി ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും, പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. മരിച്ച് മയ്യത്ത് കൊണ്ടുപോയാലും പുതിയാപ്പിളയാൻ അൽഹംദുലില്ലാ. നമ്മുടെയൊക്കെ നാട്ടിൽ മരിച്ചാൽ പോരാ, അള്ളാഹ് ആ കളവ എന്നാ മരിച്ചപ്പോ ചോദിക്കുക. നമ്മുടെ കുമ്മമാര് ഏതായാലും ആ കളവും പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എൻ്റെ അപ്പുറച്ചോനെ എൻ്റെ പുയ്യാപ്പളുടെ കബറിനുണ്ട് ഇതാക്കുക. എന്തൊരു ഭാഗ്യമുണ്ട് റബ്ബേ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. അള്ളാഹു അത് സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. അള്ളാഹു സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, എങ്ങനെ വന്നാലും വേണ്ടില്ല, ഇനി കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിലാണെങ്കിലും വേണ്ടില്ല. ഇനിയിപ്പം സംഘാടകർ ചിന്തിക്കുക, പടത്തനി ചങ്ങായി നമുക്ക് ടാപ്പൊക്കാൻ വേണ്ടി വന്നാണ്. വല്ലാഹി അല്ല കേട്ടോ, ഞാൻ അതല്ല, ഞാൻ വിഷയം പറഞ്ഞു പോകാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അതായത് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ, പെണ്ണിന്റെ വീട്ടിലാണ് എങ്കിൽ പോലും നിനക്ക് നിന്റെ ഉമ്മയോട് കടപ്പാടുണ്ട്, ബാപ്പയോടുള്ള കടപ്പാടുണ്ട്. ഓരോ ദിവസം എന്തിനും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മണിക്കൂറുകൾ എന്നല്ല, ഓരോ സെക്കൻഡിലും നിന്റെ കണ്ണ് നിന്റെ ഉമ്മയിലും നിന്റെ ബാപ്പയിലും വേണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയരുത് ഈ ചങ്ങ ഇവിടെ വന്നിട്ട് നമ്മുടെ നാടിന്റെ കോലത്തിനൊക്കെ മാറ്റി. വല്ലാഹി ഞാൻ അങ്ങനെ പറയല്ല, ഞാൻ പറഞ്ഞു പോവാൻ ഓരോ സെക്കൻഡുകളും അന്വേഷിക്കേണ്ടെന്ന ചുമതല നിങ്ങൾക്കുണ്ടെന്ന്. അല്ലേ, പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ ബാപ്പാനെ മറക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും, മറക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റൂല. അതല്ലേ പണ്ടൊരാൾ പാടിയത്, പൊന്നുമോനെ നിന്നെ നൊന്ത് പെറ്റയുമ്മ ഞാനെടാ, പിന്നെ വന്നൊരു പെണ്ണു കാരണം എന്നെ കൈവെടിയാതെടാ, അറ്റപോക്കിൽ കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതടാ,
അറ്റുപോകാതുള്ള ബന്ധം പെറ്റവയറിനാണെടാ പൊന്നുമോനെ നിന്നെ നൊന്ത് പെറ്റയുമ്മ ഞാനെടാ പിന്നെ വന്നൊരു പെണ്ണു കാരണം എന്നെ കൈവെടിയാതെടാ പോക്കിൽ കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതടാ അറ്റുപോകാതുള്ള ബന്ധം പെറ്റവയറിനാണെടാ 1000 പോറ്റും വന്ന സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്താവോ? എന്റെ യുവാക്കൾ പറയാവോ? ഇല്ല. 1000 ഉപ്പമാര് വന്നാൽ സ്വന്തം ഉപ്പാന്റെ സ്ഥാനത്താവോ? ഒരിക്കലുമില്ല. സ്വന്തം ഉമ്മായുമായി നമുക്കൊരു ബന്ധമുണ്ട്. അറ്റുപോകാതുള്ള ബന്ധം പെറ്റവയറിനാണെടാ എന്നാണ്. ഉമ്മയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. പൊക്കിൽ കൊടി ബന്ധം. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റഹ്മാനെ. ഞാൻ ഒന്ന് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഈ ഇരുത്തം ഇനി നമ്മൾ ദുആ ചെയ്തിട്ട് പോകാവൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരൊറ്റൊരു കഥ പറഞ്ഞു തരാം. ഉമ്മയെ വെറുപ്പിച്ചാൽ ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. ഉമ്മയെയോ ബാപ്പയോ നമ്മൾ വെറുപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ശിക്ഷ അള്ളാഹു പിന്നത്തേക്ക് വേണ്ടി മാറ്റിവെക്കില്ല. വേറെ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്താലും അതൊക്കെ നാളെ അള്ളാഹുവിന്റെ മഹ്ശറയാകുന്ന ലോകത്തിലേക്ക് മാറ്റിവെക്കും. പക്ഷേ മാതാവിനെയോ പിതാവിനെയോ വെറുപ്പിച്ചതാണ് ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി. ഉമ്മയെ ബാപ്പയെ കുറ്റം പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ നോട്ടം നോക്കി ദേഷിച്ചു, അവരെ അവിടെ നിറക്കി വിട്ടു. മോനെ, അള്ളാഹു പിന്നത്തേക്ക് മാറ്റൂല, ഉടൻ അള്ളാഹു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു തരാം. ഒരു മകൻ നമ്മളിങ്ങനെ, ഞാൻ ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ വാള് യൂട്യൂബിലൂടെ കേട്ടപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാകും. പക്ഷെ എന്നാലും അത് കേട്ടിട്ടാണ് ഇവിടെ എൻ്റെ സംഘാടകർ ഈ വിഷയം തന്നെ വെച്ച് അവരെന്നോട് പറഞ്ഞത്. ഏതായാലും അള്ളാഹു എൻ്റെ ഈ സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു തആല കൊടുക്കട്ടെ. ഏതെങ്കിലും ഒരാൾ പോയിട്ട് ഉമ്മാൻ്റെയോ ബാപ്പയുടെ കവിൾത്തളത്ത് ഇന്ന് രാത്രി ഒരു മുത്തം കൊടുത്ത ഷമീർ ധാർമിക്കാൻ്റെ കൂലി കിട്ടി, ഇരിക്കണ സംഘാടകർക്കാൻ്റെ കൂലി കിട്ടി. അള്ളാഹു അങ്ങനെയുള്ള മക്കളാക്കി നമ്മളെ മാറ്റട്ടെ. എന്തിനാ മടി? ബാപ്പാന്റെ കവിൾത്തടത്തിൽ ഒരു മുത്തം കൊടുക്കുന്നതിന് ഇപ്പം എന്തൊരു മടി? അതിന് നാണക്കേടാണോ? നാണക്കേടല്ല, സന്തോഷിക്കണം. ആ ഒരു മുത്തം കൊടുക്കുമ്പോ നിങ്ങളുടെ ഉപ്പാക്ക് എത്ര സന്തോഷം. റബ്ബേ, എന്റെ കുട്ടി വന്നിട്ട് എന്റെ കവിൾത്തടത്തിൽ മുത്തം തന്നല്ലേ, ആ ഒരു ചിരി മോനെ നിന്റെ എല്ലാ നന്മയ്ക്കും കാരണമാണ് അല്ലേ? വാഹനമോടിച്ച് കടന്നു വരുമ്പോഴാണ് പടച്ചവനെ വാഹനത്തിൻ്റെതായിട്ടുള്ള തൊട്ട് പിന്നാലെ ഒരു വാഹനം കടന്നു വരികയാണ്. അവിടുന്ന് ഹോണടിച്ചുകൊണ്ട് കടന്നു വരുമ്പോ ഞാൻ എൻ്റെ കൂടെ ഉള്ള പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, തങ്ങളെ അവര് കയറിപ്പൊക്കോട്ടെ. അവര് കയറിയിട്ട് നേരെ എൻ്റെ വാഹനത്തിന്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് 2 ചെറുപ്പക്കാര് കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ കാണാ ഒരു ചെറുപ്പക്കാരൻ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, പെട്ടെന്ന് വരാൻ പറഞ്ഞോ, വഅദിന് വേണ്ടി കടന്നു പോവുകയാണ് എന്ന് പറയുന്ന സമയത്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാണ്. വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിരുന്നു. ഞാൻ പറഞ്ഞു, കയറിക്കോ, ഇന്ന് എന്റെ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കല്ലേ കടന്നു വരുന്നത്, അതുകൊണ്ട് കടന്നിരുന്നോ. ആ ചെറുപ്പക്കാരൻ കടന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് കൊണ്ട് കരഞ്ഞിട്ട് പറയുന്നു, ഉസ്താദേ, എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ പൊട്ടിക്കരയുകയാ. എന്റെ ബാപ്പയില്ല, എന്നെ വളർത്തിയത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കൊരു അസുഖമുണ്ട്. ജീവിച്ചിരിക്കുമ്പോ തന്നെ ചെറുപ്പകാലത്ത് തന്നെ എല്ലുകളെല്ലാം ഉരുകിപ്പോകുന്ന രോഗം. അതുകൊണ്ട് ശരീരത്തിന്റെ എല്ലുകൾക്ക് ബലമില്ലല്ലോ. എന്നെ പഠിപ്പിച്ച് വലുതാക്കി എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നല്ലതുപോലെ കാത് കൊടുത്തെന്ന് കേൾക്കണം എന്റെ പൊന്നുമോനെ. എന്നെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് വലുതാക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ കടന്നുപോടി. അതിന്റെ ഇടയിൽ അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നു. ആ പൊന്നുമക്കളും ഞാനും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് രമിച്ച് കളിച്ച് സുഖിച്ച് കടന്നു പോകുമ്പോ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാലുകളുടെ ബലമെല്ലാം ക്ഷയിച്ചു പോവുകയാ. അങ്ങനെ പ്രിയപ്പെട്ട പുന്നാരവമ്മ ഒരു ദിവസം പാതിരാത്രിയിൽ ടോയ്ലറ്റിലേക്ക് പോകാനും എഴുന്നേക്കുമ്പോ
അവിടെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ മറിഞ്ഞു വീണിട്ട് രണ്ടു കാലുകളും ഒരുപോലെ ഒടിഞ്ഞു പോവുകയാണ്. ഞാൻ എന്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് കാലുകളിലും പ്ലാസ്റ്റർ ഇട്ടു. വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് കിടത്തുമ്പോ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ മലമൂത്ര വിസർജനം ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവള് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇക്കാ ഇനി നിങ്ങളുടെ ഉമ്മാടെ മലം പാരാൻ എന്നെ കിട്ടൂല, നിങ്ങളുടെ ഉമ്മയുടെ മൂത്രമെടുക്കാൻ എന്നെ കിട്ടൂല, അതുകൊണ്ട് ഇവരെ ഒന്ന് ഒഴിവാക്കുവോ, അല്ലെങ്കിൽ ഞാനും രണ്ട് മക്കളും ഒഴിവാകാ എന്ന് പറയുമ്പോൾ ഉസ്താദേ എന്റെ മക്കളെന്ന് പറഞ്ഞാ എനിക്ക് ജീവനാണല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, പെണ്ണ് പ്രിയപ്പെട്ട ഉമ്മാന്റെ കാലിന്റെ പ്ലാസ്റ്റർ ഒന്നെടുത്ത് മാറ്റിയാൽ ഉമ്മാ നമുക്ക് മാറ്റി താമസിപ്പിക്കാ എന്നവിടെന്ന് പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അവിടെന്ന് ഉമ്മാന്റെ കാലിന്റെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു മാറ്റി വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കിടത്തുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഇനി ഞാൻ നടക്കാൻ പോവുകയാ, ഇനി എന്റെ കാലിന് കുഴപ്പമില്ലല്ലോ, ഇനി എന്റെ കൈക്ക് അവിടെന്ന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാരമ്മ നടക്കുകയാണ്. ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്ന് മുതൽ നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, എന്റെ ഉമ്മാക്ക് സന്തോഷമാവുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയും ഞങ്ങളും കൂടെ യാത്രയ്ക്ക് വേണ്ടി കടന്നു പോവുകയാ. ഒരു കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്ന് മുതൽ എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്. ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്റെ മക്കളുള്ളപ്പോ എന്റെ പേരക്കുട്ടികളുള്ളപ്പോ എനിക്കെന്തിനാ പേടിക്കുന്നത് മോനെ, എനിക്കെന്തിന് പേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പറയുമ്പോ ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇവിടെ ഒരാളും ഇല്ല ഉമ്മ, ഇവിടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മാത്രമാണ് താമസിക്കുന്നത്. ഉമ്മ ചോദിച്ചു, മോനെ ഇതെവിടെയാ? പടച്ചവനെ അവിടെ വെച്ചുകൊണ്ട് മനസ്സില്ല മനസ്സോട് ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇതിന്റെ പേരാണ് വൃദ്ധസദനമെന്ന്, ഇതിന്റെ പേരാ വൃദ്ധസദനമെന്ന് പടച്ചവനെ ഉമ്മ എവിടെന്നോ കേട്ടുപോയതാണ്. ഉമ്മ ചോദിച്ചു, മോനെ നിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ, നിന്നെ എത്ര എടുത്തതാടാ, നിന്നെ എത്ര കുളിപ്പിച്ചതാടാ, നിന്നെ എത്ര ചുംബനം തന്നതാടാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ കരയുമ്പോ എനിക്കെന്റെ രണ്ട് മക്കളും എന്റെ ഭാര്യ എന്ന് പറഞ്ഞാ എനിക്ക് ജീവനാട്. പടച്ചവനെ പ്രിയപ്പെട്ട പുന്നാരവുമ്മാര് അങ്ങ് ഞാൻ പറഞ്ഞു വിടുകയാ. കൊണ്ടുവന്ന ബാഗ് ഞാൻ കയ്യിൽ കൊടുത്തു, ഉമ്മയോട് പറഞ്ഞു, ഉമ്മ പൊക്കോ എന്ന് പറയുമ്പോഴാ ആ ഉള്ള ബേഗം പിടിച്ചുകൊണ്ട് ഉമ്മ കടന്നു പോകുന്ന കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയോ ഉസ്താദേ, എന്നെ ചെറുപ്പകാലത്ത് ഉള്ളതുപോലെ ചോറുണ്ടാക്കി കാപ്പിയുണ്ടാക്കി അവിടുന്ന് ചെറിയ ഒരു ഭാഗം എന്റെ കയ്യിൽ തന്നിട്ട് എന്നെ അരയിലിരുത്തിയിട്ട് ഒക്കത്തിരുത്തിയിട്ട് നേഴ്സറിയിലേക്ക് എന്നെ കൊണ്ടിരുത്തിയിട്ട് എന്റെ കവിൽ തടത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം തരുന്ന ഉമ്മയില്ലേ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖമാണ്. പടച്ചവനെ അത് ഞാൻ നോക്കിയിട്ടില്ല. എന്റെ ഉമ്മ ആ വൃദ്ധസദനത്തിന്റെ വാതിൽ പടിയിൽ ചെന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാ. എന്തിനാണ് ചിരിച്ചു എന്നറിയോ? പടച്ച റബ്ബേ എന്റെ പൊന്നുമോൻ അവിടുന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചതാ. ഞാൻ എന്റെ വാഹനമെടുത്ത് എന്റെ ഭാര്യയും എന്റെ മക്കളും കടന്നു വന്നു ഉസ്താദേ, വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നതാണ്. അവിടെ കടന്നു വന്നിരുന്നു വളരെ സന്തോഷത്തോടെ കടന്നു പോവുകയാ. ഒരു മാസവും കുറച്ച് ദിവസങ്ങളും കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വാഹനമെടുത്ത് ഉസ്താദ് അതുമെടുത്തുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, പെട്ടെന്നൊരു വാഹനം വന്നിട്ട് എന്റെ വാഹനത്തിൽ ഇടിച്ചതാ. അവിടെ എന്റെ ബോധം പോവുകയാണ്. പടച്ചവനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഞാൻ എന്റെ കണ്ണ് തുറക്കും, റബ്ബേ എന്റെ രണ്ട് കാലുകൾ അവിടെ ഇല്ലല്ലോ, എന്റെ രണ്ട് കാലുകൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഞാൻ ഉറക്കെ കരഞ്ഞു പോയി, എന്റെ കാലവിടെ അല്ലാ
ആ സമയത്ത് അവര് പറഞ്ഞു, മോനെ, രണ്ട് കാലുകളും ചതഞ്ഞു പോയിരിക്കുകയാണ്, ആ കാലുകൊണ്ട് ഇനി ഉപയോഗമില്ല, മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞു ഉസ്താദേ. അവസാനം എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ടവളുണ്ട്, എന്റെ പൊന്നുമക്കളുണ്ട്. റബ്ബേ, കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവൾ കടന്നു വന്നത്. വന്നിട്ട് പറയാ, ഇക്കാ, രണ്ട് കാലുകളില്ലാത്ത ഒരാളെ എങ്ങനെയാ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നത്? അതുകൊണ്ട് പറ്റൂല, ഞാനും എന്റെ രണ്ട് മക്കളും കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളും എന്റെ രണ്ട് മക്കളും കടന്നു പോവുകയാ. എനിക്കെന്റെ ഉമ്മ നഷ്ടമാ, എനിക്കെന്റെ ഭാര്യ നഷ്ടമാ, എനിക്കെന്റെ മക്കള് നഷ്ടമാ. അയൽവക്കത്തുള്ളൊരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ അവന്റെ സഹായത്തോടു കൂടിയാ ഞാൻ അവിടെ നിന്ന് മലമൂത്ര വിസർജനമൊക്കെ കഴുകി വൃത്തിയാക്കുന്നത്. അവൻ വരുന്ന സമയം വരെ മലത്തിലും മൂത്രത്തിലും കുളിച്ചിട്ടാ കിടക്കുന്നത്. റബ്ബേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ വീട്ടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാണ്. ആരാ റബ്ബേ പാതിരാത്രി കടന്നു വന്നിട്ട് വാതിലിൽ മുട്ടുന്നത്? ചെന്നുകൊണ്ട് നോക്കാ, എനിക്ക് രണ്ട് കാലുകളില്ലല്ലോ. അവിടെ നിന്ന് നേരം വെളുത്തു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനൊന്ന് കടന്നു വരികയോ. അവനൊന്ന് കടന്നു വന്നിട്ട് വാതിൽ തുറക്കുമ്പോ, പടച്ചവനെ, ആരാണെന്നറിയോ? ആരെയാണോ ഞാൻ വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത്, ആ പ്രിയപ്പെട്ട ഉമ്മ ഒരു വടിയും പിടിച്ചിട്ട് കടന്നു വരികയാണ്. വന്നിട്ട് പറയുന്നു, മോനെ, ഉമ്മ നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ല, ഉമ്മ നിന്നെ കളിയാക്കാൻ വന്നതല്ല, ഉമ്മ നിന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ വന്നതല്ല. ഉമ്മാന്റെ കുട്ടിയെ നോക്കാ ഒരാളില്ലല്ലോ, നിന്റെ ഭാര്യയില്ലല്ലോ, നീ സ്നേഹിച്ച നിന്റെ മക്കളില്ലല്ലോ. അതുകൊണ്ട് മോനെ, ആര് വെറുത്താൽ ഈ ഉമ്മാടെ മനസ്സിനെ വെറുക്കാ കഴിയില്ല മോനെ. അതുകൊണ്ട് മോനെ, ഉമ്മ നിനക്ക് കഞ്ഞി തരട്ടെ, ഉമ്മ നിന്റെ വസ്ത്രം കഴുകട്ടെ, ഉമ്മ നിന്റെ മലമെടുത്ത് കഴുകി വൃത്തിയാക്കട്ടെ മോനെ. ഉസ്താദേ, അന്ന് മുതൽ എന്റെ ഉമ്മ വിറക്കുന്ന പാദങ്ങളോടെ, വിറക്കുന്ന ചുണ്ടുകളോടെ, വിറക്കുന്ന കരങ്ങളോടെ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയില്ലേ, ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അടുക്കളയിൽ പോയി അടുപ്പിൽ തീ കത്തിച്ച് അവിടെ നിന്ന് നല്ലതുപോലെ അവരെ കൊണ്ട് വെക്കാൻ കഴിയൂല. എന്നാലും അവിടെ നിന്ന് കഞ്ഞി വെച്ചിട്ട് എന്റെ ചാര കൊണ്ടുവരും. അവിടെ നിന്ന് എന്റെ വായിലേക്ക് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഒഴിക്കുമ്പോൾ ഉസ്താദേ, എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് എന്റെ ഉമ്മ ഭക്ഷണം തരുമ്പോ എന്റെ കവിൾത്തടത്തിലൂടെ എന്തെങ്കിലും വെള്ളം ഒലിച്ചു പോയാൽ ആ കരങ്ങൾ കൊണ്ട് അന്ന് എങ്ങനെയാണോ തുടച്ചെടുത്തത്, പടച്ച റബ്ബേ, എന്നെ ചാരിയിരുത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്കവിടെ നിന്ന് നല്ലതുപോലെ കഞ്ഞി കോരി തരുമ്പോ എന്റെ കവിൾത്തടത്തിൽ വീഴുമ്പോ ആ ഉള്ള ശരീരം കൊണ്ട് ചുക്കി ചുളിഞ്ഞ കൈകൾ കൊണ്ട് അല്ലാഹുവേ അവിടെ നിന്ന് കൈയൊന്നെടുത്ത് പൊക്കാൻ പോലും കഴിയാത്ത ഉമ്മ എന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകി വരുന്ന കഞ്ഞി തുടച്ചു മാറ്റിയിട്ട് പറയാ, മോനെ, ഉമ്മാന്റെ ശരീരത്ത് സ്മെല്ലുണ്ടാകും, ഉമ്മയുടെ ശരീരത്ത് ദുർഗന്ധമുണ്ടാകും, ഉമ്മാന്റെ കുട്ടി അത് സഹിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉമ്മ പറയുമ്പോൾ ഉസ്താദേ കരഞ്ഞുപോയി. എന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീര് തുടച്ചു. പറഞ്ഞു, മോനെ കരയല്ല മോനെ, അന്ന് മുതൽ എന്റെ ഉമ്മയാണ് എന്റെ മലമെടുക്കുന്നത്, എന്റെ മൂത്രമെടുക്കുന്നത്. പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടെ നിന്ന് മലമെടുക്കുമ്പോ കയ്യിലൊരു ഉറ പോലുമില്ല. ഞാൻ ചോദിച്ചു, ഉമ്മ എന്തിനാണ് ഉമ്മ ഇങ്ങനെ ചെയ്യുന്നത്? മോനെ, മക്കൾക്ക് എത്ര വയസ്സായാലും മക്കളും മക്കളാണടാ. മക്കളും മാനെ വെറുത്താലും മക്കളും ബാപ്പയെ വെറുത്താലും മോനെ, ഉമ്മാക്കെന്നും മക്കളും മക്കളാണ്, നീ എന്റെ കുട്ടിയാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ മലമൂത്രമൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ കിടക്കുന്ന കട്ടിൽ ചൊവ്വാക്കി. പടച്ച റബ്ബേ, ആ ഉമ്മ എന്നെ പാതിരാത്രി കുളിക തരും. ആ ഉമ്മ വാഹനത്തിന്റെ ഉള്ളിലുണ്ട്. ഞാൻ ചെന്നിട്ട് ആ ഉമ്മായൊന്ന് കാണാമെന്ന് പറഞ്ഞു ചെല്ലുമ്പോ ഉമ്മ പറഞ്ഞു, ഉസ്താദേ മോനെ, ഈ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ.
എന്റെ പൊന്നുമോനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, ചുമ്മാ എന്തെങ്ങൾക്ക് പറ്റിയത്? മകനോട് ഇപ്പോഴും വെറുപ്പാണോ? മോനെ, അതുകൊണ്ട് വെറുപ്പുള്ളത് കൊണ്ടല്ല. ഞാൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയാ, ഞാൻ മരിച്ചു പോയാൽ റബ്ബേ, എന്റെ കുട്ടിയെ നോക്കാൻ പിന്നൊരാളില്ല. അവൻ പട്ടിണിയാകൂലേ? അവൻ വിഷമിച്ചു പോകൂലേ? അതുകൊണ്ട് ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി നിറകണ്ണുകളോടെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളൊന്ന് തീരെ വകവെക്കാത്ത വീട്ടിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ഉമ്മയും ബാപ്പയും വയസ്സായിട്ട് വരുമ്പോ, മോനെ, നിന്നെ പോലെ അവർക്ക് സൗന്ദര്യമുണ്ടാകൂല, നിന്നെ പോലെ ആരോഗ്യമുണ്ടാകൂല, നിന്നെ പോലെ തന്റെ ഇടമുണ്ടാകൂല. അവരൊന്ന് പെട്ടെന്ന് മറിഞ്ഞു വീണേക്കാം. മോനെ, നീ ചെന്നിട്ട് അവരുടെ കൈ പിടിച്ചെഴുന്നേറ്റിട്ട് ഉമ്മാ, നിങ്ങളുടെ കാല് വേദനിച്ച ഉമ്മാ എന്ന് ചോദിക്കുന്ന മക്കളെ എണ്ണാ നമുക്കൊന്ന് പറ്റോ? അതേ സമയത്ത് ഉമ്മ മറിഞ്ഞു വീഴുന്ന കണ്ട മക്കൾ എന്താ പറയാ? തള്ളേ, നിങ്ങൾക്ക് നോക്കി നടന്നൂടെ? മോനെ, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ എത്ര ആടാ ഇങ്ങനെ നടന്നത്? നമ്മൾ തട്ടിത്തടഞ്ഞു വീണ അവിടെ കിടന്ന് കരഞ്ഞാൽ എന്തിനാണ് കരയുന്നതെന്ന് പോലും നോക്കാതെ ആ ഉമ്മ നിന്നോടൊപ്പം കരഞ്ഞില്ലേ ചെറുപ്പക്കാരാ? ഇന്ന് ആ ഉമ്മ നിന്നെ കാരണം വീട്ടിന്റെ ഉള്ളിൽ കരയുന്നവരായാല്, അവര് പ്രയാസപ്പെടുന്നവരായാല്, വല്ലാഹി വല്ലാ, നിന്റെ ഒരു നോമ്പും റബ്ബിന് വേണ്ട, നിന്റെ സ്വതക്ക റബ്ബിന് വേണ്ട, നിന്റെ സകാത്ത് പടച്ചവനിക്ക് വേണ്ട, നിന്റെ ഒന്നും അല്ലാഹ്ക്ക് വേണ്ട. ആരാ പറഞ്ഞു എന്നറിയോ? കരളിന്റെ കരള് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാതാവിനെ ഇഷ്ടപ്പെട്ട് പിതാവിനെ ഇഷ്ടപ്പെട്ടവരെ സ്നേഹിച്ച് ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.